خواجہ معین الدین كن آخذا بيدي خواجہ معین الدین لخمسة نطفي بها هرا وباء الحاتمة المصطفى والمرتضى وابناهما والفاطمة مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير ذو الحاتم ذابي عبيدة لبن في عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഏറ്റവും സ്നേഹബഹുമാനം ഒരു വിഭാഗം സച്ചരിതരും സൽക്കർമ്മകാരികളുമായ സൽവഴിയിലൂടെ അള്ളാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ച് കാണിച്ചു കൊടുത്ത ആദർശ ധീരതയോടുകൂടി കടന്നു വന്ന ഒരു വിഭാഗം പ്രിയപ്പെട്ട സഹാബികൾ ഭക്ഷണം കഴിക്കാതെ പാനീയം നുകരാതെ അവരുടെ ശരീരം ക്ഷീണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആത്മാവിന്റെ ധൈര്യവും സ്ഥൈര്യവും ആത്മീയമായ ലോകത്തെ ഉന്നതമായ പദവിയെ വിജയം വരിച്ച് കൈവരിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത അതേ വഴിയിലൂടെ അണുകിട വ്യതിചലിക്കാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേകമായ വിഭാഗം ഇസ്ലാമിന്റെ വളർച്ചയും ഉയർച്ചയും കണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ തടിച്ചുകൂടിയപ്പോ പ്രത്യേകിച്ച് ആ ഇസ്ലാമിന്റെ പ്രഥമ കാലഘട്ടത്തിൽ ഇസ്ലാമിന് ഏറ്റവും അധികം ശത്രുക്കൾ ഉണ്ടായത് പരിശുദ്ധ മക്കയുടെ മണ്ണിൽ നിന്നാണ്. ഇന്നലെ വരെ അവിടെയുള്ള ജനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആരാധനകളെ അത് വെറും വ്യാജമാണെന്നും കള്ളമാണെന്നും പറഞ്ഞ് അബുൽ ഖുബൈസ് പർവ്വതത്തിന്റെ മുകൾ ഭാഗത്ത് തൗഹീദിന്റെ പ്രകാശം ചുമന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ ആ പ്രവാചക പ്രഭുവിന്റെ മനോഹരമായ ദഅവത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരും എന്ന മനസ്സിലെ ഏറ്റവും വലിയ ആശങ്കയുമായി ഇസ്ലാമിന്റെ ശത്രുക്കൾ ഒന്നാമതായ യുദ്ധത്തിന് തുടക്കം കുറിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട ബദർ യുദ്ധം ലോകത്ത് ഏറ്റവും അറിയപ്പെട്ട പ്രഥമവും പ്രധാനവുമായ യുദ്ധമാവുക എന്നതിലുപരി ആ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ട സഹാബികൾക്ക് മുഴുവനും വേറെ ഒരു സഹാബികൾക്കും കൊടുക്കാത്ത ഉന്നതമായ പദവിയാണ് അള്ളാഹു പടച്ചതമ്പുരാൻ കൊടുത്തത്. വേറൊരു യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയല്ല, വേറൊരു യുദ്ധത്തിൽ ഷഹീദായതുപോലെയല്ല, വേറൊരു യുദ്ധത്തിന് വേണ്ടി സഹകരിച്ചവരെ പോലെ സഹായിച്ചവരെ പോലെയല്ല. ഒരു നേരത്തെ ഭക്ഷണം
പ്രവർത്തനത്തിന് ഗതിയില്ലാതെ മക്കയുടെ മണ്ണിൽ പ്രിയപ്പെട്ട സഹാബികൾ തൗഹീദിന്റെ പതാകവാഹകരായി രംഗത്ത് വരുമ്പോ ആ കാലഘട്ടത്തിൽ ഏറ്റവും അനുയോജ്യമായ പരമപ്രധാനമായ ഒരു യുദ്ധമായിരുന്നത് കൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട സഹാബികളെ സംബന്ധിച്ചിടത്തോളം ജീവിതം തന്നെ വളരെ നിരാശാജനകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞപ്പോ എന്തുകൊണ്ട് നിങ്ങൾ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യശരങ്ങളുമായി ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ചില പ്രിയപ്പെട്ട സഹാബികളെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യം ചെയ്യുകയുണ്ടായി. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെ കുറിച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ വന്നു നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കിയിട്ട് ആരംഭ റസൂല് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു ഒരു വലിയ ഭാഗ്യമല്ലേ തരാതിരുന്നത്. ലോകത്ത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തു പോയവർക്ക് ബദർ യുദ്ധം കഴിഞ്ഞാൽ പോലും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയാൽ ആ പാപക്കറകൾ വരെ അല്ലാഹു പടച്ചതമ്പുരാൻ ബദറിന്റെ ബറക്കത്ത് കൊണ്ട് പുണ്യം കൊണ്ട് വിട്ടുപുറത്ത് മാഫാക്കി കൊടുക്കുമെന്ന ഏറ്റവും വലിയ ഉന്നതമായ പദവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദരീങ്ങൾക്ക് അല്ലാഹു കൊടുത്തതായിട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല എന്ന് ചില സഹാബികളെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചതുങ്ങളിടുമ്പോ പ്രിയപ്പെട്ട സഹാബികളിൽ ഓരോരുത്തരും വന്ന് അവരുടേതായ നിഗമനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ നിരത്തുകയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാത്തത്? ഓരോ കാര്യകാരണങ്ങൾ പറഞ്ഞു പോകുമ്പോ മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിലേക്ക് വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അനസേ, എന്തുമാത്രം പുണ്യവും ബറക്കത്തും മഹത്വവുമുള്ള ഒരു യുദ്ധമായിരുന്നു ബദർ എന്ന് നിനക്കറിയില്ലേ? ഏറ്റവും വലിയ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രധാനമായ യുദ്ധമായി മാറിയെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ആകാശ ലോകത്തിൽ നിന്റെ പ്രിയപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു പടച്ച തമ്പുരാൻ മലക്കുകളെ മനുഷ്യരെ സഹായിക്കാൻ ആ മനുഷ്യർ തന്റെ തുരുമ്പിച്ച വാലെടുത്തുയർത്തുമ്പോ തന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ശിരസറ്റു പോകുന്ന ഏറ്റവും വലിയ വീര്യമുള്ള യുദ്ധത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പട്ടാളം എന്നറിയപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാലാഖമാരെ പടച്ച തമ്പുരാൻ പറഞ്ഞു വിട്ട യുദ്ധം കൂടിയല്ലേ ബദർ. എന്തുകൊണ്ട് നിനക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരെക്കാളും നാളെയുടെ വിജയം മോഹിക്കുന്നവരാണ് ഈ പാവപ്പെട്ടവൻ. അല്ലാഹുവിന്റെ പരലോകത്ത് ഏറ്റവും വലിയ വിജയശ്രീലാളിതരായി സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലേക്ക് പറന്നുയരാനും കാരുണ്യവാനായ പടച്ചതമ്പുരാന്റെ ലിഖാഅ് ദർശിക്കുവാനും ഒക്കെയുള്ള അതിയായ കൊതിയും ആർത്തിയും ആവേശവും കൊണ്ട് ജീവിക്കുന്നവൻ തന്നെയാണ് അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കും കൊതിയുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കും ആഗ്രഹമുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കും ഇഷ്ടമുണ്ട്. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് പോകട്ടെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇനിയൊരു യുദ്ധം നടന്നാൽ അല്ലാഹുവിന്റെ റസൂല് അവിടെയാണ് പരലോകത്തിന് വേണ്ടിയുള്ള വിജയത്തിന് വേണ്ടി അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഈ പാവപ്പെട്ട അനസിന്റെ പോരാട്ടം നബിയെ നിങ്ങൾ അറിയാൻ പോകുന്നത്. അത് ഞാൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തി മുത്ത് ഹബീബ് അങ്ങേക്ക് തരുന്ന വാക്കാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കൊടുത്തിട്ട് പോകുമ്പോ രണ്ടാമതൊരു യുദ്ധം നടന്നു ലോകം മുഴുവൻ ഉറ്റുനോക്കിയ മറ്റൊരു മനോഹരമായ അത്ഭുതകരമായ ചരിത്രം സൃഷ്ടിച്ചു പോലെ മറ്റൊരു യുദ്ധമാണ് ഉഹുദ് യുദ്ധം. മുസ്ലിങ്ങൾക്ക് ഒരുപാട് കരയേണ്ടി വന്നുപോയി, ശരി തന്നെയാ. മുസ്ലിങ്ങൾക്ക് ഒരുപാട് സങ്കടപ്പെടേണ്ടി വന്നുപോയി, ശരി തന്നെയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തന്ത്രം എന്റെ പ്രിയപ്പെട്ടവരെ സഹാബികൾ പ്രവാചകൻ ആഗ്രഹിച്ച പൂർണ്ണമായ വിധത്തിൽ പാലിക്കാതെ വന്നപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിറഞ്ഞ കയറിയിട്ട് പ്രിയപ്പെട്ട സഹാബികളെ വെട്ടിയെറിഞ്ഞുകൊണ്ട് പുറത്തി ഓടിക്കുമ്പോ എല്ലാ സഹാബികളും ഇങ്ങനെ ഓടുകയാ, ആയിരക്കണക്കിന് ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ നിർത്തിയിരുന്ന പർവ്വതത്തിന്റെ പിൻഭാഗത്തിലൂടെ നുഴഞ്ഞു കയറിയപ്പോ സഹിക്കാനാകാതെ പരക്കമ്പാടി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹാബത്തിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, അല്ലാഹു എനിക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അല്ലാഹു എനിക്ക് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ ബദർ യുദ്ധമാണല്ലോ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്നെ എന്നോട് പറഞ്ഞതാ. ആ മുത്തു ഹബീബ് അത് പറഞ്ഞപ്പോൾ ആ കരം പിടിച്ച് ഞാൻ വാക്ക് കൊടുത്തതാ, ഇനി ഇസ്ലാമിൽ ഒരു യുദ്ധം നടന്നാൽ ഈ പ്രിയപ്പെട്ട അനസിന്റെ പോരാട്ടം നിങ്ങൾ അറിയുമെന്ന്. ആ പോരാട്ടത്തിന്റെ സമയമാണല്ലോ പടച്ചവനെ ഇത് സഹാബികൾ ഓടുകയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത പോലും ഉഹദിന്റെ രണാകടത്തിൽ ആകാശത്തെ കരയിപ്പിച്ചുകൊണ്ട് ഭൂമി
വിറപ്പിച്ചുകൊണ്ട് കിടന്നു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത ആ ഒരു മനോഹരമായ ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ മനോമുഖരത്തിൽ സങ്കടം അടക്കാനാകാതെ പിടിച്ചിരുന്നു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് വല്ലാതെ പതറിപ്പോയി, കൈകാലുകൾ വിറച്ചുപോയി. മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു സഹാബത്തിന്റെ കീറുമുറിച്ചുകൊണ്ട് ശത്രുക്കളുടെ പക്ഷത്തേക്ക് ഇരച്ചു ചെല്ലുകയാ. ആരാ? അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റപ്പെടുത്തിയത് ആരാ? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബികളെ മുറിവേൽപ്പിച്ചവരാരാ? ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹാബി, എന്റെ പ്രിയപ്പെട്ട മുത്തു ഹബീബിനെ കൊല ചെയ്തു എന്ന് വീരവാദം മുടക്കിയവനാരാ എന്ന് ചോദിച്ചുകൊണ്ട് മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുമ്പോ സഹാബികൾ പറഞ്ഞു, അനസേ നീ ഇപ്പോഴങ്ങോട്ട് പോകരുത്, അനസേ നീ ഇപ്പോഴങ്ങോട്ട് പോകരുത്, പ്രിയപ്പെട്ട അനസേ നീ ഇപ്പോഴങ്ങോട്ട് പോകരുത്. ഈ സമയത്ത് പോയാൽ ശത്രുക്കൾ നിന്നെ അവിടെ കടിച്ചു കീറത്തില്ല, കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ട സഹാബത്തിനോട് പറഞ്ഞതാ, ഈ ദുനിയാവിലെന്ത് രസമാ ഉള്ളത്, ഈ ദുനിയാവിലെന്ത് സുഖമാ ഉള്ളത്, ഈ ദുനിയാവിലെന്ത് ആനന്ദമാ ഉള്ളത്. അല്ലാഹു പടച്ച തമ്പുരാന്റെ പരലോകത്ത് സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതം കാരുണ്യവാനായ പടച്ച തമ്പുരാൻ അവന്റെ ദീനിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. എന്റെ മുമ്പിൽ കാണുന്ന ഭൗതിക ലോകത്തിന്റെ ആശങ്കകൾക്ക് മുന്നിൽ ഞാൻ തോറ്റുകൊടുക്കുന്നത് വിശ്വാസിയായ എനിക്ക് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്ത വാക്കുപാലിക്കാൻ അല്ലാഹുവിന്റെ പൂർണ്ണമായ പൊരുത്തത്തിന് വേണ്ടി ഞാനിതാ ഇറങ്ങുന്നു എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഉരുപ്പിടിച്ച വാളും പിടിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ രണാകണത്തിലേക്ക് ചാടി ഇറങ്ങിപ്പോയ മഹാനായ അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹു എന്ന് പ്രിയപ്പെട്ടവരെ, ആ യുദ്ധം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹാബത്തിന്റെ ശരീരം കൊണ്ടുവരികയാ. എത്ര പേരാ ഷഹീദായത്, ആരൊക്കെയാ ഷഹീദായത്? ഓരോ സഹാബത്തിന്റെയും ശരീരം കൊണ്ടുവന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു സഹാബി ഓടി വന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവിന്റെ റസൂല്, 70ഓളം മുറിവുകളുള്ള ഒരു ശരീരം കിടക്കുന്നു, ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. 70ഓളം മുറിവുകളുള്ള ഒരു ശരീരം കിടക്കുന്നു, ആളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ആരാണ് മരിച്ചതെന്നറിയില്ല, ആരാണ് ഷഹീദായതെന്നറിയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ ശരീരത്തിന്റെ മുമ്പിലേക്കൊന്ന് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു ചെല്ലുകയാ. 70ൽ പരം മുറിവുകൾ ഏറ്റുകൊണ്ട് കിടക്കുന്ന 70ൽ പരം ശരീരത്തിന്റെ കഷണങ്ങളായി പിച്ച് ചീന്തപ്പെട്ട ശരീരത്തിന്റെ ഭാഗത്തേക്ക് ചെല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകൾ നിറയുകയാ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല്, അല്ലാഹുവേ അല്ലാഹുവേ ഇതാരുടെ ശരീരമാണെന്ന് ചിന്തിച്ചുകൊണ്ട് വേദാറോടെ വേദനയോടുകൂടി നിൽക്കുമ്പോ ഒരു പ്രിയപ്പെട്ട സഹോദരി വന്നിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അനസിനെ കാണാനില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂലെ ഉഹദ് യുദ്ധത്തിൽ വളരെ ആവേശത്തോടു കൂടി ഇറങ്ങി വന്നവന്, അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഉഹദ് യുദ്ധത്തിൽ എന്റെ പോരാട്ടം അറിയുമെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ വീര്യത്തോടു കൂടി പറഞ്ഞു വന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അനസ് റളിയല്ലാഹു അൻഹു. കാണാനില്ല നബി എന്ന് ചോദിച്ചപ്പോ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം ഈ ഉഹദിന്റെ രണാകണത്തിൽ എവിടെയും കാണാനില്ല, എവിടെയാണ് ഷഹീദായി കിടക്കുന്നത് എന്നറിയില്ല എന്ന് പറഞ്ഞ് ആശങ്കപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പ്രിയപ്പെട്ടവളെ 70ൽ പരം മുറിവുകൾ ഏറ്റുകൊണ്ട് ഈ കിടക്കുന്നത് അനസിന്റെ ശരീരമാണോ എന്ന് ചോദിക്കുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷം വന്ന പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിരൽ തുമ്പിൽ ഒരു അടയാളം ഉണ്ടായിരുന്നു, ആ വിരൽ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ പ്രിയപ്പെട്ട അനസ് തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞിട്ട് പരിശോധിക്കുകയാ. 70ൽ പരം ശരീരത്തിന്റെ ശകലങ്ങളായി ഉഹദ് യുദ്ധത്തിന്റെ രണാകണത്തിൽ വലിച്ചെറിയപ്പെട്ടിരിക്കുന്ന ശരീരത്തിന്റെ ഭാഗത്ത് പരിശോധിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി അവസാനം ഒരു വിരൽ തുമ്പെടുത്തുകൊണ്ട് വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ റസൂലേ, ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരൻ അനസിന്റെ ശരീരം തന്നെയാ, ഇതെന്റെ പ്രിയപ്പെട്ട സഹോദരൻ അനസിന്റെ ശരീരം തന്നെയാ. യാ ഹബീബല്ലാഹ്, യാ ഹബീബല്ലാഹ്, എന്ത് പ്രിയപ്പെട്ട അനസാണ് ഈ കിടക്കുന്നത്. 70ൽ പരം മുറിവുകളായി വലിച്ചെറിയപ്പെട്ട അനസിന്റെ ശരീരം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പെങ്ങളോട് പറഞ്ഞു, ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത നീരസത്തോടെ, സങ്കടത്തോടെ, നിരാശയോടെ, നമ്പരത്തോടെ, വേദനയോടെ, ബേജാറോടെ എന്ന് കരം പിടിച്ചുകൊണ്ട് ഇനി വരുന്ന യുദ്ധത്തിൽ അല്ലാഹുവിന്റെ പരലോക വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ധീരനായ ഒരു പോരാളിയെ എന്ന്
കണ്ണിലൂടെ അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഉറപ്പ് കൊടുത്ത എന്റെ പ്രിയപ്പെട്ട അനസല്ലേ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ആ പ്രിയപ്പെട്ട സഹാബികളോട് പറഞ്ഞു, ഇവൻ നാളെ പരലോകത്തിൽ ലെവലേശം പോലും പരാജയപ്പെട്ടവരല്ല. അല്ലാഹുവിന്റെ കോടതിയിൽ ഏറ്റവും വലിയ വിജയശ്രീലാളിതരായി പരലോകത്ത് പടച്ചതമ്പുരാന്റെ നീതിവീരത്തിന് മുന്നിൽ ഏറ്റവും വലിയ ഉന്നതമായ സോപാനം കരസ്ഥമാക്കാമെന്ന് പ്രിയപ്പെട്ട അനസിന് സാധിക്കുമെന്ന് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദുനിയാവിന്റെ നൈമിഷികമായ ലോകത്തെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ശാശ്വതമായ പരലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ദുനിയാവിന്റെ രസവും സുഖവും ഒക്കെ വലിച്ചെറിയ മനസ്സ് കാണിച്ച ബഹുമാനപ്പെട്ട അനസിനെ പോലെയുള്ള ആയിരക്കണക്കിന് രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയമുള്ളവരെ, പരലോകത്ത് അവർക്കൊന്നും പേടിക്കാറില്ല. നിന്റെ ശരീരം നീ എന്തിനു കൊടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാഹിൽ വാഹിദുൽ ഖഹാർ, നിന്റെ ആരോഗ്യം നീ എന്തിനു സമർപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാഹിൽ വാഹിദുൽ ഖഹാർ, നിന്റെ സമ്പാദ്യം നീ എന്തിനു സമർപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാഹിൽ വാഹിദുൽ ഖഹാർ, നിന്റെ ജീവിതം നീ എന്തിനു സമർപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാഹിൽ വാഹിദുൽ ഖഹാർ, പരമാധികാരിയായ കാരുണ്യവാനായ പരമദയാലുവായ റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാന് എന്റെ ഭൗതിക ലോകത്ത് സർവ്വതും ഞാൻ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് പരലോകത്ത് ഏറ്റവും വലിയ വിജയശ്രീലാളിതരായിട്ട് പോരാട്ടം നടത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പരലോകമല്ലല്ലോ വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ ജയപരാജയങ്ങളാണ് നമ്മുടെ സന്തോഷവും സങ്കടവും വിലയിരുത്തുന്നത്. ഒരു പ്രിയപ്പെട്ട പെങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക പരൂരിന്റെ പുന്നിയൂർ കുളത്തിന്റെ വടക്കേക്കാടിന്റെ ചങ്കരകുളത്തിന്റെ പരിസരത്ത് ഞാൻ പരാജയപ്പെടാൻ പാടില്ല. സാമ്പത്തികമായി വിജയിക്കണം, അതിനെന്റെ ശരീരം നിറച്ച ആഭരണങ്ങൾ ഉണ്ടാവണം. സാമ്പത്തികമായി വിജയിക്കണം, അതിന് പരൂരിന്റെ ചങ്കരംകുളത്തിന്റെ പുന്നിയൂർ കുളത്തിന്റെ വടക്കേക്കാടിന്റെ പട്ടാമ്പിയുടെ കൂറ്റനാടിന്റെ കുന്നംകുളത്തിന്റെ തൃശൂർ ജില്ലയുടെ എറണാകുളം ജില്ലയുടെ നീ താമസിക്കുന്ന പരിസരത്തുള്ള സ്ഥലങ്ങളിൽ ഏറ്റവും വലിയ കൊട്ടാരം നിന്റേതായി മാറുക. ഏറ്റവും നല്ല ധനാഢ്യനായ ഭർത്താവ് നിന്റേതായി മാറുക. ഏറ്റവും നല്ല ജോലിയും കൂലിയുമുള്ള മക്കൾ നിന്റേതായി മാറുക. ഇല്ലെങ്കിൽ പരാജയമാണ്. തല ഉയർത്തിയിട്ട് എനിക്ക് അഭിമാനത്തോടെ മറ്റ് സഹോദരിമാരുടെ മുന്നിൽ ജീവിക്കാൻ കഴിയില്ല എന്ന വ്യാമോഹത്തോട് ഭൗതിക ലോകത്ത് വാരിപ്പിടന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങള് വിജയിക്കാൻ കുതിക്കുന്ന ഒരു ദുനിയാവിൽ മാത്രമാണ്. ഭർത്താവിന്റെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചാൽ ആ ഭർത്താവിന്റെ വീട്ടിൽ അവരുടെ ഭർത്താവിന്റെ ഉമ്മയെ, ഉപ്പയെ, ആങ്ങളയെ, പെങ്ങളെ മുഴുവനും കയ്യിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റുന്ന സ്വഭാവത്തിലൂടെ വിജയം വരിക്കണമെന്ന കൊതിയോട് ദുനിയാവിൽ പെണ്ണ് ജീവിതം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോ ബിസിനസ് സാമ്രാജ്യത്തിന്റെ തലതൊട്ടപ്പന്മാരായ സമ്പന്ന വർഗത്തില് പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ കൊതിക്കുന്നത് പരൂരിന്റെ പരിസരത്ത് എന്നെക്കാൾ ഏറ്റവും വലിയ ബിസിനസ് മാൻ ഉണ്ടാവാൻ പാടില്ല. എന്റെ മക്കൾ അബുദാബിയിലാണ്, ദുബായിലാണ്, ഖത്തറിലാണ്, മസ്കറ്റിലാണ്, കുവൈറ്റിലാണ്, എവിടെയാകട്ടെ അവിടെയൊക്കെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യം എന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന്റെ പേരിലാവുക, എന്റെ മക്കളുടെ പേരിലാവുക. രാഷ്ട്രീയ സാമുദായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ എന്റെ പ്രിയമുള്ളവരെ അധികാരത്തിന്റെ വടംവലികൾ നടന്നുകൊണ്ടിരിക്കുകയാ. എങ്ങനെയും വിജയിക്കണം, എവിടെയും പരാജയപ്പെടാൻ പാടില്ല എന്ന പൂർണ്ണമായ മനസ്സോടെ വിജയശ്രീലാളിതരാകാൻ മത്സരിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാ, 15 പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടു പോയവരും 15 പ്രാവശ്യം ഇലക്ഷനിൽ നിന്ന് പരാജയപ്പെട്ടു പോയവരും പത്രത്തിൽ ഒരു ചെറിയ ഗോളം കൊടുത്തിട്ട് 16ാമത്തെ പ്രാവശ്യവും മത്സരിക്കാൻ നിൽക്കുമ്പോ അവനോട് പത്രക്കാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും നാണമില്ലേ? 15 പ്രാവശ്യം നിങ്ങളുടെ ജനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തിയതല്ലേ? അപ്പോഴാ സഹോദരൻ പറയുന്ന മറുപടി, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഇലക്ഷന് മത്സരിക്കാൻ നിന്ന് പരാജയപ്പെട്ടതിന്റെ വിജയം എനിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിശ്രമിക്കുന്നതെന്ന് പറയുമ്പോ വേദനയുടെ അവസാനം ഒരു സന്തോഷത്തിന്റെ വിജയത്തിന്റെ പുഞ്ചിരി കിട്ടാൻ, സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ ലാളന ഏറ്റവും വലിയ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ എത്ര ചവിട്ടിത്തേച്ചാലും, എത്ര പരീക്ഷണങ്ങൾ ഏറ്റെടുത്താലും, എത്ര പരാജയം വന്നാലും, എത്ര സങ്കടം വന്നാലും അവസാനം ഒരു വിജയം വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത് ഈ ഭൗതിക ലോകത്ത് മാത്രമാണ്. ഇവിടത്തെ വിജയവും ഇവിടത്തെ സന്തോഷവും ഇവിടത്തെ മോഹവും കുറിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക്, നമ്മുടെ വിഷയത്തിന്റെ കവാടത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വൽതുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽആഖിറതു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു പറയുന്ന പ്രിയപ്പെട്ടവരെ ഉണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ലോകത്ത് അല്ലാഹു പടച്ചതമ്പുരാൻ സൃഷ്ടിച്ച മനുഷ്യ മക്കൾക്ക് കാറ്റലോകായി അല്ലാഹു പടച്ച അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. നീ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനാ വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനാ ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനാ ഉറങ്ങേണ്ടത്, എങ്ങനാ കളിക്കേണ്ടത്, എങ്ങനാ ചിരിക്കേണ്ടത്, എങ്ങനാ യാത്ര ചെയ്യേണ്ടത്, എങ്ങനാ പണം സമ്പാദിക്കേണ്ടത്, ചിലവഴിക്കേണ്ടത്, എങ്ങനാണ് മക്കളെ വളർത്തേണ്ടത് എന്നൊക്കെ സവിസ്തരം പ്രതിപാദിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രകാശമുള്ള മനോഹരമായ വചനങ്ങൾ
ഞങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോട് പറയുകയോ, നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു ദുനിയാവിനെയാണ്, എപ്പോഴും തിരഞ്ഞെടുക്കുന്ന ഒരു ദുനിയാവിനെയാണ്. ഒരുപാട് ആളുകളെ പരാജയപ്പെടുത്തിയ ദുനിയാവാ, ഒരുപാട് ആളുകളെ കരയിപ്പിച്ചു പോയ ദുനിയാവാ, ഒരുപാട് ആളുകളെ സങ്കടപ്പെടുത്തി പോയ ദുനിയാവാ. ദുനിയാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പക്ഷേ ശാശ്വതമായ വിജയവും നിത്യമായുള്ളതും ആഖിറമാണെന്ന് ഖുർആൻ പറയുമ്പോ അവിടെയാണ് പ്രിയപ്പെട്ടവരെ വിജയിക്കുന്നത്. നീതിമാനായ പടച്ചതമ്പുരാന്റെ മുന്നിൽ വിറങ്ങലിച്ച കരങ്ങളുമായി വിറയ്ക്കുന്ന ഭാരങ്ങളുമായി അല്ലാഹുവേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടുമ്പോ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകണം. അവിടെ നന്മ തിന്മകൾ അവിടെ പരിശോധിച്ചു നോക്കും. അവിടെ ഈ ഭൗതിക ലോകത്ത് നീ ചെയ്തു പോയ എല്ലാ നന്മകളും ത്രാസിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരികയോ, എല്ലാ തിന്മകളും ത്രാസിന്റെ ഒരു ഭാഗത്ത് കൊണ്ടുവരികയോ, എന്നിട്ട് അവിടെ അല്ലാഹു പടച്ചതമ്പുരാ പരിശോധിക്കുകയാ. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളാ. കിതാബ് കയ്യിൽ തരുന്ന വലത്തിലാണോ ഇടത്ത് കൈയിലാണോ പരാജയമാണ്, ഇടത്തിലാണ് തരുന്നതെങ്കിൽ പരാജയത്തിന്റെ പടുങ്കുടിയിലാണ്, വലത്തെ കയ്യിലാണ്. 15 വയസ്സായത് മുതൽ മരണപ്പെടുന്നത് വരെ പലരുണ്ട്. പുണ്ണിയൂർ കുളത്തിന്റെ പരിസരത്തുള്ള പ്രിയപ്പെട്ട സഹോദരന്റെ നന്മതിന്മകൾ രേഖപ്പെടുത്തിയ കിതാബ് പെങ്ങള് നിന്റെ വലത്തെ കയ്യിലാണ് തരുന്നതെങ്കിൽ വിജയത്തിന്റെ ഉന്നതമായ സോപാനത്തിൽ അൽഹംദുലില്ലാഹ് പറന്നുയർന്നു പോകാനുള്ള അവസരം നിനക്ക് അല്ലാഹു തരുന്നതാ. പക്ഷേ ആ ലോകത്ത് നമ്മൾ ഇവിടെ വെച്ച് മറന്നു പോവുകയാണല്ലോ, ആ ലോകത്ത് നമ്മൾ ഇവിടെ വെച്ച് മറന്നു പോവുകയാണല്ലോ, ആ ലോകത്ത് നമ്മൾ ഇവിടെ വെച്ച് മറന്നു പോവുകയാണല്ലോ. തൊലിവെളുത്ത ഒരു പെൺകുട്ടിയെ കാണുമ്പോ ചെറുപ്പക്കാരൻ തന്റെ ഇബാദത്ത് മറക്കുമ്പോ, മസിൽ പവറുള്ള ആൺകുട്ടിയെ കാണുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് പരമാധികാരിയായ പടച്ചതമ്പുരാനോടുള്ള പൊരുത്തത്തെ മറക്കുമ്പോ, അടുപ്പത്തെ മറക്കുമ്പോ, അതിർപ്പത്തെ മറക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ശാശ്വതമായ വിജയമെന്ന് പറയുന്ന നാള് പരലോകത്തെ വിജയമാണ്. ഇന്ന് മരണപ്പെട്ടു പോയ, ഇന്ന് ഈ രാത്രിയിൽ റൂഹ് പിരിഞ്ഞു പോയോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ലോകത്തിന് വേണ്ടി തുടക്കം കുറിക്കുകയാണ്. ഒറ്റപ്പെട്ട് കബറിന്റെ കത്തിലിന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല, ബന്ധുക്കളില്ല, തോളത്ത് കൈയിട്ട് കൊണ്ടുവരുന്ന കൂട്ടുകാരില്ല, എല്ലാവരും പിരിഞ്ഞു പോകുന്ന സമയത്ത് വല്ലാഹിറത്തു ഖൈറും വഅബ്ഖാ, ശാശ്വതമായ ലോകത്തിന്റെ വിജയത്തിന് വേണ്ടി ഭൗതിക ലോകത്തെ മാറ്റിവെച്ചവര് പൂങ്കാവനമാണ്, പൂന്തോട്ടമാണ്, സൗഭാഗ്യമാണ്, സ്വർണ്ണലോകമാണ്. അൽഹംദുലില്ലാഹ്, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാണ്. ആരുടെ മണ്ണിനെ വിശാലമാക്കി സ്വർഗത്തിന്റെ പൂന്തോട്ടം പടഞ്ഞിട്ട് ആ സ്വർഗത്തിന്റെ റാണിയെ പോലെ ആ കബറിന്റെ അകത്ത് നിന്നെ കിടത്താ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു വിടുന്നു, അദ്ദുനിയാ അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ദുനിയാവെന്ന് പറയുന്നത് ആഖിറത്തിന്റെ കൃഷിയിടമാണ്. ഇവിടെയൊന്ന് ചെയ്യുന്നുവോ, ഇവിടെയൊന്ന് ചെയ്യുന്നുവോ, ഒരു സുരക്ഷയാകട്ടെ, ഖുർആൻ പാരായണമാകട്ടെ, അമലുകളാകട്ടെ, ഇബാദത്താകട്ടെ, ഒരു നല്ല വാക്ക് പറയലാകട്ടെ, ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലാകട്ടെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അത് മുഴുവനും നാളെ നീതിമാനായ പടച്ചതമ്പുരാന്റെ കോടതിയിൽ നാളെയുടെ വിജയത്തിന് കാരണമായി ലഭിക്കുന്നു. മഹാനായ അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്ത് റസൂലിനെ എടുത്തുകൊണ്ട് പറഞ്ഞില്ലേ, യാ ഹബീബല്ലാഹ്, എനിക്ക് കാലിൽ മുടന്താണ് നബിയെ, വൈകല്യമാണ് നബിയെ, പാതിരാ സമയത്ത് ഒരുപാട് നേരം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, ഞാൻ തളർന്നു പോകുന്ന നബിയെ, ഞാൻ തകർന്നു പോകുന്ന നബിയെ, എന്നെ കൊണ്ട് കഴിയൂല റസൂലേ, കഴിയൂല റസൂലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, നാളെ പരലോകത്ത് അങ്ങയോടൊപ്പമുള്ള പ്രിയപ്പെട്ട സഹാബികളൊക്കെ ഉന്നതമായ വിജയം നാളെ പരലോകത്ത് വരിക്കുമ്പോ അവരോടൊപ്പം എനിക്ക് മുൻനിൽക്കണം നബിയേ, അവരോടൊപ്പം എനിക്കും നിൽക്കണം നബിയേ. അതിനെന്റെ കാലിൽ തടസ്സമാകാൻ പാടില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവിൽ ഒരൽപ്പം രസം നുകരാൻ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതമായ പരലോകത്തെ പുറക്കാതെ കൊണ്ട് വലിച്ചെറിയുന്ന ഈ നൈമിഷിക ലോകത്തെ ദുനിയാവിന്റെ ഭ്രാന്ത് പിടിച്ചവരായി എന്റെ പ്രിയപ്പെട്ടവരെ മാറാൻ പാടില്ലോ. അല്ലാഹുവിന്റെ റസൂലേ അംർ ഇബ്നു ജമൂഹ് പറയുകയാണ്, എന്റെ കാല് മുടന്തുള്ളതാ നബിയേ, എനിക്ക് ഒരുപാട് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നാളെ പരലോകത്ത് ഇവർക്കൊക്കെ കൊടുക്കുന്ന വിജയം അതുപോലെ കുറയാതെ എനിക്ക് ലഭിക്കാ, എനിക്ക് യുദ്ധത്തിന് അനുവാദം തരണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേണ്ട, നിങ്ങളാവരെ യുദ്ധത്തിനിറങ്ങാൻ അല്ലാഹു നിർദ്ദേശിച്ചിട്ടില്ല.
നിന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ, ചെറുപ്പക്കാരല്ലോ, അവരിറങ്ങട്ടെ. അംർ, നീ വീട്ടിനകത്തിരുന്ന വിക്രം ദുആയുമായി കഴിഞ്ഞു കൊടുക്കോ. അംർ ഇബ്നു ജുമൂഹ് പറഞ്ഞു, യാ ഹബീബല്ലാഹ്, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയില് ഓരോ സഹാബികൾ അവർക്ക് അല്ലാഹു കൊടുത്തത് മുഴുവനും പടച്ചവന് തിരിച്ചു കൊടുത്തു എന്ന് പറയുമ്പോ ആരോഗ്യമുള്ള കൈകാലുകൾ കൊടുത്ത പ്രിയപ്പെട്ട സഹാബത്തിന് മുന്നിൽ അല്ലാഹുവിന്റെ റസൂല് മുടന്തനാറ് ഞാനും എന്റെ കാല് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പരലോകത്ത് തലവെടുക്കാതെ ഇസ്സത്തോടെ ജീവിക്കാൻ എനിക്ക് കഴിയുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അംർ ഇബ്നു ജുബൂഹ് റളിയല്ലാഹു തആല യുദ്ധത്തിന്റെ രണാകുലത്തിൽ ഇറങ്ങിയിട്ട് ഷഹീദായി സുഹറായിന്റെ പച്ചക്കോട്ടണഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ സുന്ദരമായ സുഹൃതത്തിലേക്ക് പറന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട പരൂര് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കും വിജയിക്കണ്ടേ എവിടെ? അല്ലാഹുവേ, ജിഹാദ് കഴിയാത്തവരാണല്ലോ. പാതിരാത്രി നേരം വരുന്നത് വരെ സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയാ കഴിയാത്തവരാ. മഹാന്മാരൊക്കെ ഒരു ദിവസം 2-3 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഖത്തം ചെയ്തിട്ട് അല്ലാഹുവിന്റെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ലാഹുവേ, പടച്ചവരെ, പരൂര് വന്ന പാവപ്പെട്ട ഞങ്ങള് ഇവിടത്തെ ചെറുപ്പക്കാർ മയ്യത്ത് പരിപാലനത്തിലൂടെ നിന്റെ പൊരുത്തത്തെ ആഗ്രഹിക്കുന്നു. ഏതൊരു മരണ വീട്ടിലും ഈ കാരുണ്യത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഓടിയെത്തുകയാ. ഏതൊരു രോഗിയും പൊട്ടിക്കിടന്നുകൊണ്ടിരിക്കുമ്പോ ഓടിയെത്തുകയാ. മറന്നുപോവല്ലേ, ഇവിടെയല്ലേ ഒരു 30 വയസ്സ് കഴിഞ്ഞ നൗഫൽ എന്ന പൊന്നുമോൻ മരണപ്പെട്ടു പോയൊരു വിടയല്ലേ. അല്ലാഹുവേ, അല്ലാഹുവേ, ആ പൊന്നുമോന്റെ ഖബർ വിശാലമാക്കണേ അല്ലാ. കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ ഈ ഭാഗത്ത് പ്രവാസനത്തിന് വന്നപ്പോ അല്ലാഹുവേ, അല്ലാഹുവേ, കിടക്കുന്ന വിരിപ്പിൽ കിടക്കുന്ന ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കാണാൻ വേണ്ടി ചെന്നിരുന്നതാ. അല്ലാഹുവേ, മാരക രോഗം ഞങ്ങൾക്ക് തരില്ലേ അല്ലാ. കാരുണ്യത്തിന്റെ പ്രവർത്തകരുണ്ടെങ്കിലും ഒരു രോഗം തന്നു പോയാൽ ഞങ്ങൾ ആ രോഗത്തിന്റെ വിഷമം അനുഭവിക്കണ്ടേ പടച്ചവര്. ആ കാരുണ്യത്തിന്റെ പ്രവർത്തകരിൽപ്പെട്ട ഒരു സംഘാടകൻ പറഞ്ഞതാ, ഉസ്താദേ, എന്റെ 16 വയസ്സുള്ള പൊന്നാരാനുജൻ, എന്റെ 16 വയസ്സുള്ള പൊന്നാരാനുജൻ എന്റെ പ്രിയപ്പെട്ട ഉസ്താദേ മരണപ്പെട്ടു പോയി. റമദാനിലാണ്, 9-ാണ്, വെള്ളിയാഴ്ച രാവിലാണ്, സന്തോഷത്തിലാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവനെ സംബന്ധിച്ചിടത്തോളം നല്ല മരണമാണ്. പക്ഷേ പാവപ്പെട്ട എനിക്കോ, എന്റെ ഉമ്മാക്കോ, എന്റെ ഉപ്പാക്കോ അതൊരു തീരാ നഷ്ടമല്ലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ എന്റെ സഹോദരങ്ങളെ, 7 സെക്കൻഡിലൊന്ന് പറയാൻ കഴിയില്ല, 7 സെക്കൻഡിലൊന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തീരുമാനിച്ചോ, നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ ഭൗതിക ലോകത്ത് ചെയ്ത അമലുകളല്ല ഒരു അലങ്കാരമായി നിനക്ക് ലഭിക്കാൻ അതല്ലാഹു സ്വീകരിക്കണമല്ലോ, അതല്ലാഹു സ്വീകരിക്കണമല്ലോ. അതിലൂടെ പ്രധാനപ്പെട്ട വഴികളാണെന്ന് പറയാൻ പോകുന്നത് വിഷമിക്കണ്ട. നാളെയുടെ വിജയത്തിന് വേണ്ടി നമ്മൾ ചെയ്ത ഇബാദത്തുകൾ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കാനുള്ള വഴികളാ പറയാൻ പോകുന്നത്. ഒന്നും പാഴായി പോകാൻ പാടില്ലല്ലോ. പാതിരാത്രി 12 മണിക്കൊക്കെ സ്വർഗത്തിന്റെ വേദിയിൽ നിങ്ങളെ പോലെ 10,000 നിറഞ്ഞു കഴിയുന്ന സേവയിൽ പ്രസംഗിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഭൗതിക ലോകത്ത് മാത്രം മോഹിച്ചാൽ മതിയോ? ജനങ്ങൾ അവിടെയും ഇവിടെയും ഇരുന്ന് പറയുന്നത് പോലെ ധനമോഹിയാണ്, പണം മോഹിയാണ്, തട്ടമിട്ടുകൊണ്ട് കൊണ്ടുപോകാ. സഹോദരിമാണ്, സ്വത്തും സമ്പാദ്യമോ കൊണ്ടുപോകാ. ഈ ലോകത്തേക്ക് നാശം പിടിച്ചവരായി പറഞ്ഞു വന്നവരാണെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അസൂയാണ്, അസൂയാണ്. അവരൊക്കെ വീമ്പിളക്കയിട്ട് ബൈക്കിന് മുന്നിൽ നിൽക്കുമ്പോ ഈ മാറ്റുകളെ പോലെ 10-15 ആള് മുമ്പ് ചെന്നിരിക്കുമ്പോ ഈ വിശാലമായ മൈതാനി കാണുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റൂല, അവർക്ക് താങ്ങാൻ പറ്റൂല. അത് അല്ലാഹു കൊടുക്കുന്ന മഹാഭാഗ്യമാണ്. അല്ലാഹുവിന്റെ ഇതരാസന്മാർക്ക് അവന്റെ പൊരുത്തമുള്ള ഗുരുവരന്മാരുടെ അടുത്തിരുന്ന് ഇരുന്ന് പഠിക്കുന്ന ആൺകുട്ടികൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഭാഗ്യമാണ്. ധനം മോഹിക്കാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നേട്ടം വേണമെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് വ്യക്തമായി പറയാൻ പോകുകയാണ്. പരാജയപ്പെടല്ലേ, പരാജയപ്പെടല്ലേ, പരാജയപ്പെടല്ലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മൻകാനത്തി ദുനിയാ ഹമ്മ, മൻകാനത്തി ദുനിയാ ഹമ്മ, മൻകാനത്തി ദുനിയാ ഹമ്മ. ഒരാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദുനിയാവായാൽ, ഒരാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദുനിയാവായാൽ എന്ന് പറഞ്ഞാൽ വഅദ് നടത്തുന്നതിലൂടെ, അറബി കോളേജ് നടത്തുന്നതിലൂടെ, ഇവിടെ കാരുണ്യമൊരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങാൻ പോകുന്ന അതിലൂടെ,
അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സംരക്ഷിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പാവപ്പെട്ടവർക്ക് സ്കൂൾ വെച്ച് കൊടുക്കുന്നതിലൂടെ, മദ്രസ കെട്ടിക്കൊടുക്കുന്നതിലൂടെ ആരുടെയെങ്കിലും ലക്ഷ്യം ദുനിയാവാഹി മാറിയാൽ ഫറഖല്ലാഹു അലൈഹി അംറോ, അവന്റെ കാര്യം അല്ലാഹു താറുമാറാക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എത്ര അർത്ഥവത്തായ വാക്കാ പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ആരുടെയെങ്കിലും പ്രധാനപ്പെട്ട ലക്ഷ്യം ദുനിയാവായാൽ അവന്റെ കാര്യത്തെ അല്ലാഹു താറുമാറാക്കുന്നതാണ്. അവൻ അല്ലാഹു അവന്റെ മുമ്പിൽ ദാരിദ്ര്യം കൊടുക്കുന്നതാണ്, അവനുള്ള ദാരിദ്ര്യം കൊടുക്കുന്നതാണ്. അവൻ ദുനിയാവാണ്, അവന്റെ മനസ്സ് നിറച്ചവന്റെ ചിന്ത നിറച്ച് ദുനിയാവാണ്. നിസ്കരിക്കുമ്പോ, നോമ്പ് പിടിക്കുമ്പോ, സ്വതക്ക ചെയ്യുമ്പോ, ഖുർആൻ ഓതുമ്പോ, വാല് വെക്കുമ്പോ, സുബ്ഹാനല്ലാഹ് നബിദിനജാരക്ക് പതാക പിടിച്ചുകൊണ്ട്, പച്ചക്കുരു പിടിച്ചുകൊണ്ട്, മക്കളോടൊപ്പം നിന്നുകൊണ്ട് യാത്ര ചെയ്യുമ്പോ, സുബ്ഹാനല്ലാഹ് അവന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദുനിയാവാഹി പോയാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫറഖല്ലാഹു അംറ ദുനിയാ, ദുനിയാവിന്റെ സർവകാര്യങ്ങളും അല്ലാഹു താറുമാറാക്കുന്നതാ, തകരാറിലാക്കുന്നതാ. വജഅല ഫഖറഹു ബൈന ഐനൈ, അവന്റെ മുമ്പിൽ അല്ലാഹുവിന് ദാരിദ്ര്യം കൊടുക്കും. അല്ലാഹുവിന് ദാരിദ്ര്യം കൊടുക്കും, ഒരു രക്ഷയുമില്ല, അവനൊരു സമാധാനവുമില്ല. എന്നിട്ടോ വലം യഅതിഹി മിനദ് ദുനിയാ ഇല്ലാ മാ കുതിബ ലഹു, എത്ര ദുനിയാവിന്റെ പിന്നാലെ നീ കിടന്ന് ആർത്തി കാണിച്ചാലും അല്ലാഹു നിനക്ക് തരാൻ തേടിച്ച ദുനിയാവിനപ്പുറം ഒരു നാണയത്തൊട്ട് നിനക്ക് മരിക്കുന്നതിന് മുമ്പ് നേടാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അരസന്റെ ഭൂമിക്ക് വേണ്ടി അയൽവാസിയെ കോടതി കയറ്റുന്ന പരൂരി വന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കൂടപ്പിറപ്പിനെ പോലീസിനെ കൊണ്ട് മുട്ടുകയറ്റി പൊക്കളുന്നതാള് ഇടികൊടുപ്പ് കൊണ്ട് ഏറ്റവും വലിയ ജനത്തെ പോലെ ജീവിപ്പിക്കുന്നതിന് കാരണക്കാരായ മുസ്ലിം ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇല്ലാമാ കുതിബ ലഹു, അവൻ അല്ലാഹു കൊടുക്കാൻ ഉദ്ദേശിച്ചതിനപ്പുറത്ത് കിട്ടൂല. അല്ല തരാൻ ഉദ്ദേശിച്ചത് നിനക്ക് കിട്ടും, അതിനപ്പുറത്തേക്കൊന്നും കിട്ടൂല, അതിനപ്പുറത്തേക്കൊന്നും കിട്ടൂല. പരമാധികാരിയാരെ പടച്ചതമ്പുരാ നിനക്ക് തരാൻ ഉദ്ദേശിച്ചതിനപ്പുറം ഒരു നാണയത്തൊട്ട് നേടിയെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മയെ വേദനിപ്പിച്ച് സ്വത്ത് നേടണ്ട, വാപ്പയെ കൊലയ്ക്ക് കൊടുത്തിട്ട് പണമുണ്ടാക്കണ്ട. അതുകൊണ്ട് പെങ്ങള് എന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചി എനിക്ക് ഒരുപാട് സ്വർണം തന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആശങ്ക വേണ്ട. എന്റെ ചെറുപ്പക്കാരാ, ഇവാരത്ത് മറന്നുകൊണ്ട് കൊട്ടാരം കെട്ടാനും ഭൗതിക ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട യുവാക്കൾ പരിശ്രമിക്കണ്ട. വമങ്കാരത്തിൽ ആഖിറത്തു നിയ്യത്തുഹു, ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരലോകമാണ്. അല്ലാഹു എന്തൊരു മനോഹരമായ വാക്കാണ് മുത്ത് റസൂൽ പറയുന്നത്. ഒരു മനുഷ്യന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം പരലോകമാണ്. അങ്ങനെ ലക്ഷ്യമിടുന്നവർ ഒന്നാമത് ചെയ്യുന്നതെന്താ? ഈ കസേരയിലവർ വന്നിരുന്നാൽ, അല്ലാഹുവേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഈ 2 മണിക്കൂർ കൊണ്ട് ഞാൻ മരണപ്പെട്ടു പോകുന്നു. 2 മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന സമയം ചെലവഴിച്ചത് എന്റെ ഖബറിന്റെ അകത്തിന്റെ പരലോകത്ത് എനിക്ക് വിജയത്തിന് വേണ്ടി ലഭിക്കാനാണ് തമ്പുരാനെ, വേറൊന്നുമില്ലല്ലോ. സഹോദരങ്ങളെ, നമുക്ക് ഇതിനോളം പവറായിട്ട് എടുത്തു കാണിക്കാൻ പാതിരാത്രി മുഴുവനും സുജൂദിൽ കിടക്കുന്നതിനേക്കാളും പുണ്യമാണ് ഒരു 10 മിനിറ്റ് സ്വർഗത്തിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്നത്. അല്ലാഹുവേ നിങ്ങൾ അതിനു വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്ത ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുന്ന അല്ലാഹുവേ, ഇത് ദുനിയാവിന് വേണ്ടിയല്ല. ഇവിടുത്തെ പ്രിയപ്പെട്ട പ്രവർത്തകർ പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യത്തിന്റെ ദിവസങ്ങളാണ് ഇവിടെ വാത് നടക്കുന്ന ദിവസങ്ങളെന്ന് കാരുണ്യത്തിന്റെ പ്രവർത്തകർ പറയുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, അങ്ങനെ പരലോകമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ ജഅല്ലാഹു ലഹു അംറാ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തോടെ നടത്തി കൊടുക്കുന്നതാണ്. കുറച്ച് വേദനകൾ അല്ലാഹു ആദ്യം കൊടുക്കുമെങ്കിലും, കുറച്ച് പ്രയാസമൊക്കെ അല്ലാഹു ആദ്യം കൊടുക്കുമെങ്കിലും ജഅല്ലാഹു ലഹു അംറാ, അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നടത്തി കൊടുക്കുന്നതാണ്. ഒന്നിനും ഒരു പരാജയം ഉണ്ടാവൂല. ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ദുനിയാവിനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവനോടുമ്പോൾ ദുനിയാവ് അവന്റെ പിന്നാലെ വരുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. എനിക്ക് ദുനിയാവിനോട് വെറുപ്പാണ്.
എനിക്ക് ദുനിയാവിനോട് വെറുപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞവനോടുമ്പോ സുബ്ഹാനല്ലാഹ് ദുനിയാവ് അവന്റെ പിന്നാലെ വരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരുമ്പോഴാണ് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുക. അവിടെ നമുക്ക് വിജയിക്കണ്ടേ, അവിടെ നമുക്ക് സന്തോഷിക്കണ്ടേ. എന്റെ ഈ 2 മണിക്കൂറത്തെ പ്രഭാഷണം കഴിയുമ്പോ നിങ്ങൾക്ക് ലഭിക്കുന്നത് പ്രധാനപ്പെട്ട 2 ആയുധങ്ങളാണ്. നാളെയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ കയ്യിൽ തരുന്ന 2 ആയുധങ്ങളാണ്. ആയുധങ്ങൾ കയ്യിൽ നിന്ന് ദുആ നടക്കുമ്പോ നിങ്ങളുടെ ഹൃദയം തുറന്ന് ഹൃദയത്തിന്റെ എടുത്ത് വെച്ചങ്ങോട്ട് ഹൃദയത്തിന്റെ അടപ്പങ്ങോട്ട് അടക്കുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ നാളെയുടെ വിജയത്തിന്റെ പോരാളിയായി മാറാൻ എന്റെ പരിപാടി വന്ന ചെറുപ്പക്കാരാ നിനക്ക് കഴിയുന്നതാ, നിനക്ക് കഴിയുന്നതാ. 2 ആയുധം നിങ്ങളുടെ മുന്നിലേക്ക് തരാൻ പോവുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ അതിന് കയ്യിലെടുത്തു വെക്കുകയാണ്. അവസാനം ദുആ തുടങ്ങുന്നതിന് മുമ്പ് വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തിന്റെ കറകളെ കട്ടതകളെ നമ്പരങ്ങള് ഭൗതിക ലോകത്തിന്റെ ചിന്തകള് അഹന്തകള് അഹങ്കാരങ്ങള് അസൂയകള് ദുസ്വഭാവങ്ങള് ദുർഗുണങ്ങള് മുഴുവനും ഇതാ പുറത്തേക്ക് വലിച്ചെറിയുന്നു. എന്നിട്ട് ഈ 2 ആയുധം എടുത്തു വെക്കുന്ന എന്തിനെന്നറിയോ? നാളെ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പതറിപ്പോകാതിരിക്കാൻ, സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പതറിപ്പോകാതിരിക്കാൻ ഇബാദത്ത് ചെയ്ത് പാതിരാസമയത്ത് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരന്ന് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ മരണപ്പെട്ടു പോരാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ ആയിരക്കണക്കിന് സഹാബികൾ ഇരുന്നു, ആയിരക്കണക്കിന് സൂഫിയാക്കൾ ഔലിയാക്കൾ ആരിഫീങ്ങൾ ആലിമീങ്ങൾ ആബിദീങ്ങൾ അവരൊക്കെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്നു. എന്റെ പെങ്ങള് റാബിയത്തുൽ അദവിയ നിൽക്കുന്ന കോടതിയിൽ നിനക്ക് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? നഫീസത്തുൽ മിസ്രിയ നിൽക്കുന്ന കോടതിയിൽ നിനക്ക് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? കരന്ന് കരന്ന് കണ്ണീര് വറ്റി കണ്ണിൽ നിന്ന് രക്തത്തുള്ളികൾ ഒഴുക്കിവിട്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തി പോലെ സഹബാര, ലോകത്തെ അത്ഭുതപ്പെടുത്തി പോലെ സഹബാര. മനുഷ്യറിയ പെങ്ങളെ പ്രസക്തീകരണത്തിന്റെ ഉള്ളറയില് നിന്നെ ഈ കളിപ്പെടുത്തുന്ന പുഞ്ചിരിമാരെ കടന്നു വരുന്ന സിനിമാ താരങ്ങളെ സീരിയൽ താരങ്ങളെ ദൂരേക്ക് വലിച്ചെറിയുക. എന്നിട്ട് അല്ലാഹുവിന്റെ കോടതിയില് പടച്ചവനെ ഞാൻ എന്റെ റാബിയാടെ കൂടെ നിൽക്കേണ്ടവളാ, ഞാൻ എന്റെ നഫീസത്തിന്റെ കൂടെ നിൽക്കേണ്ടവളാ. ഈ സെക്കൻഡ് മരണപ്പെട്ടോ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചവരായി ജീവിതത്തിന്റെ ഏറ്റവും വലിയ പൊരുത്തം നേടോ. എന്റെ പരൂര് വന്ന 10,000 സഹോദരിമാരോട് ഞാൻ പറയുകയാ, അല്ലാഹുവിന്റെ പൊരുത്തമല്ലേ നമുക്ക് വലുത്, അല്ലാഹുവിന്റെ തൃപ്തിയല്ലേ നമുക്ക് വലുത്. അതുകൊണ്ട് തീരുമാനിച്ചോ പെങ്ങള്, തീരുമാനിച്ചോ പെങ്ങള്. നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വെക്കാൻ ഒന്നാമത്തെ ആയുധമെന്താ? ഒന്നാമത്തെ ആയുധമെന്താ? أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഭാഗത്തിൽ നിന്ന് തുടങ്ങട്ടെ. ഖുർആനല്ലേ നമ്മളെ വിളിക്കുന്നത്, ഖുർആനല്ലേ നമ്മളെ നയിക്കുന്നത്, ഖുർആനല്ലേ നമ്മളോട് അത് പറയുന്നത്. ആ ഖുർആനല്ലേ നമ്മുടെ ഗ്രന്ഥം. ആ ഖുർആൻ അതേ അടിസ്ഥാനപ്പെടുത്തിയല്ല നാളെ പരലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും വിചാരണ നടത്തുന്നത്. ആ ഖുർആൻ നിങ്ങളുടെ കയ്യിൽ തരുന്ന ഒന്നാമത്തെ ആയുധം എന്താ? നാളെയുടെ വിജയത്തിന് വേണ്ടി പരലോകത്ത് ഈ വന്നിരിക്കുന്ന നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട സച്ചരിതരായ സൽക്കർമ്മകാരികളോടൊത്ത് നെഞ്ചിരിപ്പ് കൂടാതെ തലയെടുപ്പോടുകൂടി ഫരീഖും ബിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ സ്വർഗം നൽക. അതിനുള്ള ഒന്നാമത്തെ ക്വാളിറ്റി അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഈ ആയത്തിനകത്ത് ഒരു ആയുധം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ആയത്തിനകത്ത് ഒരു ആയുധം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതെന്തെന്നറിയോ? പിശാചിന്റെ കണ്ടനാളത്തെ അരിഞ്ഞു മുറിച്ച് വലിച്ചെറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ പുറത്ത് ഭൗതിക ലോകത്തേക്ക് പടച്ചറമ്പുര ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ കവളത്ത് മുത്തം തരുന്ന ആയുധമാണ്. അതേതെന്നറിയോ? അൽ-ഇഖ്ലാസ്, അൽ-ഇഖ്ലാസ്. ആയുധത്തിന്റെ പേരാണ് ഇഖ്ലാസ്. ആയുധത്തിന്റെ പേരാണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയിൽ അതിനർത്ഥം പറയുന്നത് നിഷ്കളങ്കത എന്നാണ്. നിഷ്കളങ്കത. നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു വിശദീകരണം തരാം. എന്താ?
മനസ്സിന്റെ അകത്ത് ഒന്നുമില്ലാതെ, ഒരു കറയുമില്ലാതെ തനിച്ച ഇബാദത്ത്, അതാണ് നിഷ്കളങ്കത. അത് മാത്രമേ അള്ളാന്റെ മുന്നിൽ സ്വീകരിക്കുള്ളൂ. അതാ പ്രശ്നം. നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ എത്ര ചിന്തകളാണ് നമ്മളെ വേട്ടയാടുന്നത്. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുമ്പോ, സ്വതക്ക ചെയ്യുമ്പോ നമ്മുടെ പേര് നാം ഉദ്ദേശിച്ച രീതിയിൽ വീട്ടുപേര് മൈക്കിലൂടെ പറഞ്ഞില്ലെങ്കിൽ ഇരിക്കുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റ് ആ കസേര കൊണ്ട് നിലത്തടിച്ച് ചീത്തയും വിളിച്ചു പോകുന്ന കാലമാണ്. പേര് പറയാത്തത് കൊണ്ടല്ല, വീട്ടുപേര് തെറ്റിപ്പോയതിന്റെ പേര്. ഇത്രയും ജനങ്ങൾ ഇരിക്കുമ്പോ ഞാൻ കൊടുത്ത തുക പറഞ്ഞത് തെറ്റിപ്പോയി, ഇല്ലെങ്കിൽ എന്തെങ്കിലും നിസ്സാരമായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നിൽ അത് നശിപ്പിച്ചു കളയാണ്, ആ അമലിനെ തന്നെ പൊളിച്ചു കളയാണ്. എത്രയോ ആളുകൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഖ്ലിസ് ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. ഇഖ്ലാസോട് കൂടി ചെയ്താൽ ഒരുപാടൊന്നും വേണ്ട, കുറച്ചു മതി. മുത്തറസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഖ്ലാസോട് കൂടി ചെയ്താൽ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ചു മതി എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാൻ. 1000 റക്അത്ത് വെറുതെ ഇഖ്ലാസ് ഇല്ലാതെ നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് 2 റക്അത്ത് ഇഖ്ലാസോട് കൂടി നല്ല മനസ്സോട് കൂടി നിസ്കരിക്കലാണ്. അതിന് അള്ളാഹിന്റെ മുന്നിൽ വലിയ കൂലിയാണ്. അതുകൊണ്ട് ഒരുപാട് ചെയ്തു കൂട്ടുന്നതിലല്ല കാര്യം. സഹോദരിമാര് പറയും, ഇന്നലെ ഞാൻ റമദാനിലൊക്കെ പറയുന്നതാ കേൾക്കട്ടെ, ഇന്നലെ തറാവീഹ് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഉറങ്ങണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ഖുർആൻ ഓതി ഇരുന്ന് നേരം പോയത് അറിഞ്ഞില്ലടീ. അത്താഴം വരെ കഴിച്ചില്ല, അത്രയ്ക്ക് റാഹത്തായിരുന്നു മനസ്സിൽ. എന്റെ വീട്ടിലെന്തോ മലക്ക് വന്ന പോലെയാ. പറയില്ലേ, എന്തെങ്കിലും ഒരു നല്ല സ്വപ്നം കണ്ടാൽ 1000 ആളെടുത്ത് പറയും. ഇപ്പൊ സ്വപ്നം കണ്ടില്ലെങ്കിലും കണ്ടെന്ന് പറയാം. ഈ അടുത്തൊരു സഹോദരി ഈ വിനിതര സ്വപ്നം കണ്ടത് കിണറ്റിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഖുർആൻ ഓതുന്നു എന്നാണ്. വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല. കിണറ്റിന്റെ മുകളിൽ 3 പലക ഇട്ടിട്ട് മധ്യത്തെ പലകയുടെ മുകളിൽ ഇരുന്ന് ഞാൻ ഖുർആൻ ഓതുന്ന സ്വപ്നം കണ്ടു അത്രേ. ഞാൻ പറഞ്ഞു, അതിന്റെ ബാക്കി ചിലപ്പോൾ എന്ന് കാണാൻ നോക്കിയോണ്ട് അകത്തുനിന്ന് വീഴുന്നുണ്ടായില്ലേ എന്ന്. ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചു പറയുമ്പോ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടി പറയാണ്. ചില ആളുകൾ പറയും, ഉസ്താദെ എന്നെ പരിചയമില്ല, ഞാനാണ് അവിടെ 1 ലക്ഷം രൂപ കൊടുത്ത ആളെന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രത്യേക പരിഗണന അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതിലൊന്നുമല്ല കാര്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ചതമ്പുരാന്റെ പൂർണ്ണമായ ഇഖ്ലാസ് നമ്മുടെ മനസ്സിന്റെ അകത്ത് വരുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമുക്ക് വിജയം വരുന്നത്. എത്ര ഇബാദത്താണ് നമ്മൾ ചെയ്തു കൂട്ടുന്നത്, എത്ര ഇബാദത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, ഒരു മനുഷ്യൻ അല്ലാഹു സഹായം കൊടുക്കുന്നത് അവന്റെ മനസ്സിന്റെ നിയ്യത്ത് പരിശോധിച്ചിട്ടാണ്. ഒരു മനുഷ്യൻ അല്ലാഹു സഹായം കൊടുക്കുന്നത് അവന്റെ മനസ്സിന്റെ നിയ്യത്ത് നോക്കിയിട്ടാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ, എത്രയോ ഇബാദത്ത് ചെയ്തു പോയവര്, ആയിരക്കണക്കിന് 10,000 ആരാധനകൾ അർപ്പിച്ചു പോയവര്, ലക്ഷക്കണക്കാണ് സ്വലാത്ത് ചൊല്ലുന്നവര്, എന്തുകൊണ്ട് അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നില്ല? അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുന്നില്ല. അല്ലാഹുവിന്റെ സഹായം വേണമോ? നമ്മുടെ മനസ്സിന്റെ നിയ്യത്തുള്ള പരിശോധിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ഈ സമുദായത്തിന് ഒരുപാട് നഷ്ടം വന്നു പോയില്ലേ? ആ നഷ്ടങ്ങളെല്ലാം എങ്ങനെ പ്രിയപ്പെട്ടവരെ വന്നത്? പടച്ചതമ്പുരാനോട് കൈ ഉറപ്പിയിട്ട് ഞാനും നിങ്ങളെ പൊട്ടിക്കരയുമ്പോ അല്ലാഹു നമ്മളെ സഹായിക്കാത്തതെന്താ? എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിന്റെ ഇഖ്ലാസ് കുറഞ്ഞു പോയത് കൊണ്ടാ, നമ്മുടെ മനസ്സിന്റെ നിഷ്കളങ്കത കുറഞ്ഞു പോയത് കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അത് ഇഖ്ലാസ് കുറഞ്ഞു പോയാൽ, മനസ്സിന്റെ നിഷ്കളങ്കത കുറഞ്ഞു പോയാൽ, അതിന്റെ അളവനുസരിച്ചിട്ട് അവന്റെ നിഷ്കളങ്കത കുറഞ്ഞു പോയതിന്റെ കണക്കനുസരിച്ചിട്ട് അവൻ പരലോകത്ത് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല, ദുനിയാവിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. എന്തൊരു ജനങ്ങളാന്ന് നോക്കിയേ. ഒരാള് തലറങ്ങി വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വേറൊന്നുമില്ല, അപ്പോഴേ അങ്ങോട്ട് എഴുന്നേറ്റുള്ളൂ. അതിന് സംഘാടകർക്കാണ് ആദ്യം തടി കൊടുക്കാനുള്ളത്. 500 പേരെ വെറുതെ ബാഡ്ജും കുത്തിയൊക്കെ നിർത്തിയിരിക്കും. എവിടെയെങ്കിലും പൂച്ച വിളിച്ചാൽ എല്ലാം കൂടെ ഓടിയെങ്കിലും ചർക്കര ഈച്ച വന്നിരിക്കണ പോലെ മര്യാദയ്ക്ക് എവിടെയെങ്കിലും വന്നു അത് എന്ത് തുടങ്ങിയത് പോലെ പ്രശ്നം. ഞാനിപ്പോ നിർത്തിയിട്ട് പോരാ മണിക്കൂറിനകത്ത്. ഒരാള് തലറങ്ങി വീണ് ആ പെണ്ണിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി എടുത്തത്. അതിന് മുമ്പ് ആംബുലൻസ് കാണാത്തവർ മൊത്തം ഇറങ്ങി ആംബുലൻസിന്റെ പിന്നാലെ പോയി. ഇപ്പൊ ആ പെണ്ണുമ്പോൾ തലയിറങ്ങി വന്നപ്പോ നിങ്ങളെ കണ്ട് അറ്റാക്ക് ഒന്നും വരിക്കാതിരുന്ന ഭാഗ്യം. എന്ത് കഷ്ടമാന്ന് പറഞ്ഞ് എത്ര റാഹത്തുള്ള സദസ്സിൽ നിന്നാണ് ഇങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക മനഃപൂർവ്വം. വാളണ്ടിയേഴ്സുകളാണെങ്കിൽ പിന്നെ ഇങ്ങനെ പരക്കം വാങ്ങി ഓടുക.
എന്താണ് അതൊക്കെ നല്ല ക്ലാസ് കൊടുത്തൊക്കെ നിയന്ത്രിച്ച് നിർത്തണം. അതിന് പറ്റില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. ഇത്രയും ആൾ കൂടുന്ന സദസ്സല്ലേ, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എവിടെയെങ്കിലും ഒരു ചെറിയ ശബ്ദം കേട്ടാൽ എല്ലാവരും ഓടി അതിനൊക്കെ അവിടെ നിൽക്കുന്ന വാലന്റിയേഴ്സിൽ അത് ശ്രദ്ധിക്കണം. എല്ലാവരും നാളെ ശരി കൂടെ എന്താണ് ഒരു ഉമ്മാമത് കവന്ന് വീടണം ഓടിക്കോടാ പിടിയടാന്ന് പറഞ്ഞ് പിടിച്ച് താങ്ങിയെടുത്ത് ചിലപ്പോൾ വീണ ഉമ്മാമ അവിടെ കിടക്കുക അടുത്തേക്ക് താത്താ പൊക്കി വക്കീലും കൊണ്ട് അതാ പരിപാടി. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. വെറുതെ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ട് അതിനൊന്നോ രണ്ടോ ആളും മതി ആംബ്രസിത്തിരിയൊക്കെ വരുന്ന കണ്ടാത്തൊന്ന് സുബ്ഹാനല്ലാഹ്. എന്തൊരു അവസ്ഥയാണ് പടച്ചവൻ. പോട്ടെ, ബിസ്മില്ലാ. അപ്പോ ഒന്നാമത് ആവശ്യമുള്ളത് ഇഖ്ലാസാണ്. നമ്മുടെ ഇബാദത്തിൽ നമ്മുടെ അമലിൽ തീരെ ഇല്ലാതായി പോകുന്നത് അതാണ്. അള്ളാഹുവിന്റെ സഹായമില്ല ഉസ്താദേ എന്ന് അധിക ജനങ്ങളും പറയാൻ കാരണം അവന്റെ മനസ്സിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അള്ളാഹുവിന്റെ മനസ്സ് നോക്കിയിട്ടാണ് നമ്മുടെ ദുആ, നമ്മുടെ അമല്, നമ്മുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കുന്നത്. നമ്മുടെ മനസ്സ് നോക്കിയിട്ടാ. ആ നിയ്യത്ത് ശരിയാണെങ്കിൽ, നമ്മുടെ മനസ്സിന്റെ ഇഖ്ലാസ് ശരിയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് പരമാധികാരിയായ പടച്ചതമ്പുരാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടല്ലേ ബദർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ മാലാഖമാര് പറന്നിറങ്ങിയത് വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ലാ. ആരോഗ്യപരമായി ശാരീരികമായി തളർന്നു പോയവരായിരുന്നു അവര്. പക്ഷേ ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു പോയപ്പോ ആകാശ ലോകത്തിന്റെ കവാടം തുറന്ന അല്ലാഹുവിന്റെ മാലാഖമാര് ദുനിയാവിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്നില്ലേ പ്രിയപ്പെട്ടവര്? എന്തുകൊണ്ടാണ് അവിടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ്. അവരെ മനസ്സിന്റെ ഇഖ്ലാസിന്റെ വലിപ്പം നോക്കിയിട്ടാ. സുബ്ഹാനല്ലാഹ്, അവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് പരാജയം വന്നത്. ആ ഇഖ്ലാസിന്റെ മുകളിലാണ് ഈ ലോകം പോലും നിലനിൽക്കുന്നതെന്ന ഒരു ഹദീസ് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി പ്രിയപ്പെട്ടവരെ. ആ നിഷ്കളങ്കതയുടെ മുകളിലാണ് ഈ ദുനിയാവ് മുഴുവനും എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? ഇന്നമാ യൻസുറുല്ലാഹു ആദിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ ഉമ്മത്തിന് അല്ലാഹു വലിയ അദാബ് കൊടുക്കാത്തത് എന്തെന്നറിയോ? ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ഒരു കുറച്ചു ദിവസം കൊണ്ട് അല്ലാഹുവേ കൊട്ടാരങ്ങളെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഭയാനകരമായ അദാബ് അവർക്ക് കൊടുത്തു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ? ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ? എന്ത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, സഖറഹാ അലൈഹിം സബഅ ലയാലിൻ വതമാനിയത അയ്യാം. ഒരാഴ്ച കൊണ്ടല്ലേ ഓരോ പ്രവാചകന്മാരുടെ ജനതയെ അല്ലാഹു നശിപ്പിച്ച ചരിത്രം പറയുമ്പോ കൊടുങ്കാറ്റ് കൊണ്ട്, പേമാരി കൊണ്ട്, വെള്ളപ്പൊക്കം കൊണ്ട്, ഭൂമികുലുക്കം കൊണ്ട്, ദുരന്തങ്ങൾ കൊണ്ട്, അത്ഭുതങ്ങളെ കൊണ്ട് അല്ലാഹു പടച്ചതമ്പുരാ തകർത്ത് കളഞ്ഞില്ലേ? ഒരു ജനതയെ അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയാ? അവരെ മുഴുവനും ഇതാ പടച്ചതമ്പുരാൻ എടുത്തുയർത്തി കൊണ്ടുപോവുകയാ. ഏറ്റവും മുകൾ ഭാഗത്തിലേക്ക് കൊണ്ടുപോയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഗ്രാമത്തെ മുഴുവനും തിരിച്ച് കമഴ്ത്തിയിട്ട് നിലത്തിടുകയാണ്. ആ അദാബുകളൊന്നും അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിന് തന്നില്ലല്ലോ. നമ്മളൊക്കെ ചെയ്യുന്ന തെമ്മാടിത്തരം വെച്ച് അതിനേക്കാളേറെ അദാബ് തരണമല്ലോ. എത്ര കാറൂനാണ് നമുക്കിടയിലുള്ളത്, എത്ര ഹാമാനാണ് നമുക്കിടയിലുള്ളത്, എത്ര ആധുനിക കാലഘട്ടത്തിലെ ഫറോവമാരാ നമുക്കിടയിലുള്ളത്. മൂസാ നബിയുടെ ഫറോവയെ തോൽപ്പിക്കുന്ന ഫറോവമാര് നമുക്കിടയിലില്ലേ? പാവപ്പെട്ടവരുടെ രക്തമൂത്തി കുടിച്ച് കുമ്പ വീർപ്പിച്ചുകൊണ്ട് കഴിയുന്ന അധികാരികൾ നമുക്കിടയിലില്ലേ? ലോകത്തിന്റെ നാനാഭാഗത്ത് സാധുക്കളെ ചുട്ടരിക്കാൻ വേണ്ടി രംഗത്ത് വരുന്ന രാക്ഷസന്മാരില്ലേ? ഹൂദ് നബിയുടെ, സാലിഹ് നബിയുടെ, ശുഐബ് നബിയുടെ ഓരോ പ്രവാചകന്മാരുടെ ജനതയെ അല്ലാഹു നശിപ്പിച്ചതിനേക്കാൾ ഏറ്റവും വലിയ കോപത്തോടെ, ദേഷ്യത്തോടെ നശിപ്പിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഇല്ല, എന്റെ ഉമ്മത്തിനെ അല്ലാഹു അങ്ങനെ ചെയ്യൂല. എന്തേ കാരണമെന്നറിയോ? പരൂര് വന്ന ചില ചെറുപ്പക്കാര് പറയും, ഉസ്താദേ ഒരു ദിവസം പോലും ഞാൻ കള്ളു കുടിക്കാതെ കിടക്കൂല, പക്ഷെ എനിക്ക് അല്ലാഹു, എന്നെ അല്ലാഹു ഒന്നും ചെയ്തിട്ടില്ല. ചില സഹോദരിമാര് പറയൂ, ഉസ്താദേ എന്നാണോ കേരളത്തിൽ വാട്സപ്പ് വന്നത് അന്ന് മുതൽ തന്നെ എന്റെ വാട്സപ്പിൽ ഒരു കാമുകനെക്കൊണ്ട് അവനോട് കമന്റ് പറയാറ്, അവനോട് രസം പങ്കുവെക്കാറ്, അവന്റെ ഫോട്ടോ കൈമാറാറ്, ഒരു
ഒരിക്കലും ഒരു രാത്രി പോലും ഞാൻ ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുന്ന എന്റെ പരൂര് വന്ന പെങ്ങള്, എന്ന് പറയുന്ന എന്റെ പരൂര് വന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് നിന്നെ ശിക്ഷിക്കാത്തതെന്ന ചിന്ത വേണ്ട. പരൂര് വന്ന പലിശക്കാര് വിചാരിക്കുന്നുണ്ടാവും, നൗഷാദ് വാക്കിന് പലിശക്കെതിരെ വിപ്ലവകരമായ പ്രഭാഷണം നടത്തിയിട്ട് എനിക്ക് അല്ലാഹു ഒരു അദാബ് ഇതുവരെ തന്നില്ല, എന്റെ പണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കല്ലേ, എനിക്കൊരു വിഷമവും അല്ലാഹു തന്നില്ല. എന്റെ പ്രിയപ്പെട്ട പലിശക്കാരാ, കല്ലുകുടിക്കുന്നവര്, പെണ്ണ് പിടിക്കുന്നവര്, തെറ്റ് ചെയ്യുന്നവര്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഇന്നമാ യൻസുറുല്ലാഹു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തെ അല്ലാഹു സഹായിക്കുന്നതെന്തുകൊണ്ടാ? ബിളഈഫിഹാ, ഈ സമുദായത്തിലുള്ള ചില പാവപ്പെട്ടവർ കാരണമായിട്ടാണ്. അല്ലാഹുവേ, ഈ സരസിൽ വന്നിരിക്കുന്ന ചില പാവപ്പെട്ട ഉമ്മ, തഹജ്ജുദ് പോലും മുടക്കാത്ത ഉമ്മ, തസ്ബീഹ് കയ്യിൽ വെച്ചിരിക്കുന്ന ഉമ്മ, ചില പ്രിയപ്പെട്ട ഉപ്പമാര്, അവര് കാരണമാണ് നിങ്ങളെപ്പോലും അല്ലാഹു സ്വീകരിക്കുന്നത്. ബിദഅവതിഹിം, അവരുടെ ദുആ കാരണമാണ്. വസലാത്തിഹിം, അവരുടെ നമസ്കാരം കാരണമാണ്. അവിടെ ഇഖ്ലാസ് കാരണമാണ്. പാവപ്പെട്ട കുറെ ജനതയുടെ നിഷ്കളങ്കത. എന്റെ ചെറുപ്പക്കാരാ, പാതിരാത്രി വിപരീതിലേക്ക് നീ നടന്നു പോകുമ്പോ കുറെ ചെറുപ്പക്കാര് ബൈക്കിലൂടെ വരുന്ന, എവിടെ പോവാണ്? ഞങ്ങൾ പരൂര് പ്രസംഗത്തിന് പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഇവിടെ വരുന്നത് കൊണ്ടാണ് വിപരീതിൽ പോയി കുടിച്ചു കൂട്ടാടുന്ന കാമവരിയന്മാരായ കാട്ടാളിന്റെ സ്വഭാവം സ്വീകരിച്ചു പോലെ ചെറുപ്പക്കാരെ അല്ലാഹു അദാബ് കൊടുക്കാത്തത്. വ്യഭിചാരത്തിന്റെ മൂർധന്യതയില് എത്ര വികാര പൂർത്തീകരണത്തിന്റെ രാത്രികള് ഹറാമിന് വേണ്ടി ചെലവഴിച്ചിട്ട് പോലും മതിയാകാത്ത പെണ്ണെ, അല്ലാഹുവിന് അദാബ് തരാത്തതെന്തുകൊണ്ടെന്നറിയോ? നീ വ്യഭിചരിക്കുമ്പോ പരൂരിന്റെ പരിസരത്ത് പാവപ്പെട്ട ചെറ്റക്കൂരക്കകത്ത് തസ്ബീഹിന്റെ മുട്ടുമാലകൾ കൈകൊണ്ട് പരത്തിട്ട് ഇബാദത്ത് ചെയ്യുന്ന പാവപ്പെട്ട സഹോദരിമാരുള്ളത് കൊണ്ടാ. ഇശാമാരിന്റെ ഇടയിലെ വിലപ്പെട്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഒരെണ്ണം തീർന്നാൽ അടുത്തത് തുടങ്ങുന്ന ചങ്ങലക്കെട്ട് പോലെ മനുഷ്യ മനസ്സിനെ കീഴടക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണിന്റെ മനസ്സിനെ കൊണ്ടുപോലെ സീരിയലുകളില്ലേ, ആ സീരിയലുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ, നിനക്ക് അല്ലാഹു അദാബ് തരാത്തതെന്തുകൊണ്ടെന്നറിയോ? ആ സമയത്ത് തബാറക്കല്ലദീ ഓതുന്ന ഉമ്മമാരിവിടെയുണ്ടല്ലോ, ആ സമയത്ത് പള്ളിയിൽ പോലും ഹദ്ദാദ് റാത്തി പോകുന്ന ചെറുപ്പക്കാർ ഇവിടെയുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ സമുദായത്തെ എന്തിനാണ് ധിക്കാരം ചെയ്തുകൊണ്ട് നശിപ്പിക്കുന്നത് ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട ഈ സമുദായത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ച പോലെ സമുദായമല്ലേ? ഒരു കുഞ്ഞുറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടത്തോടനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിച്ച പോലെ സമുദായമല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ച പോലെ സമുദായമല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജീവിച്ച പോലെ സമുദായമല്ലേ? ആ സമുദായത്തിന്റെ പേരിട്ടുകൊണ്ട് എന്തിനാ എന്റെ പ്രിയപ്പെട്ടവരെ കുവൈറ്റിലെ ഒരു വിദേശത്തെ പ്രിയപ്പെട്ട പെണ്ണിനെ മാനഭംഗപ്പെടുത്തിയതാരാ? ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനാ. ബഷീർ എന്ന് പറയുന്ന മുസ്ലിം ചെറുപ്പക്കാരനാ. ലോകത്തിന്റെ നാനാഭാഗത്തെ പത്രമാധ്യമങ്ങളെടുത്ത് നിവർത്തി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ബഷീറും റഷീദും സുബൈറും സുദീറും എന്ന പേര് കാണുമ്പോ ഞെട്ടിപ്പോവുകയാ. സുബ്ഹാനല്ലാഹ്, ആയിരക്കണക്കിന് പാവപ്പെട്ട സച്ചരിതരായ മുത്തഖീങ്ങള്, അവരെ ഇഖ്ലാസ് കൊണ്ടാണ് ഈ ലോകം പോലും നിലനിൽക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ആ നിലനിൽപ്പിന് കാരണക്കാരാകാ നിങ്ങളും മനസ്സിൽ വെക്കുക. ഇനി ഞാനൊരു സ്വരക്കഥയിലോ, ഇനി ഞാനൊരു ദിക്ർ ചൊല്ലിയോ, ഇന്ന് ഞാൻ ഒരു റകഅത്ത് നമസ്കരിച്ചു പോയാൽ അത് അല്ലാഹുവേ എന്റെ ഇഖ്ലാസോട് കൂടിയാകുമെന്ന് പൂർണ്ണമായും നീ തീരുമാനിക്കുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. അതല്ലെങ്കിൽ നാളെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ കുറെ ജനങ്ങളെ കാണിക്കാറുള്ള നിസ്കാരമാണെങ്കിൽ, കുറെ ജനങ്ങളെ കാണിക്കാനുള്ള ഇബാദത്താണെങ്കിൽ, അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ويقولون هجرا مهجورا وقدمنا إلى ما عملوا من عمل وجعلناه هباء منثورا. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയട്ടെ, നാളെ പരലോകത്ത് ഞാൻ ചെയ്തു പോയ ഇബാദത്ത് എനിക്ക് വിജയിക്കാനുള്ളതാ, ഞാൻ കൊടുത്ത സ്വതക്ക
ഒരുപാട് ചാക്ക് കണക്കിന് അരി എടുത്തിട്ടിട്ടാണ് പാവപ്പെട്ടവർക്ക് കൊടുത്തത്. കാണാനില്ലല്ലോ, ആചാര്യ കൈമലത്തുകയാണ്, കാണാനില്ലല്ലോ. അല്ലാഹുവേ എവിടെ, അല്ലാഹുവേ എവിടെ പടച്ചവനെ. വാരിയെറിഞ്ഞ പൊടികളെ പോലെ അല്ലാഹു മാറ്റുന്നതാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇവിടെ വന്നിരുന്ന അമലിന്റെ പുണ്യം ഞങ്ങൾക്ക് തരണമല്ലോ. ചെയ്തു പോയ ഇബാദത്തുകൾ ഒരത്ഭുതകരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. 20 വയസ്സായോ, 30 വയസ്സായോ, 40 വയസ്സായോ, 60 വയസ്സായോ, ഈ പ്രായം വരെ നിങ്ങൾ ചെയ്തു പോയ ഇബാദത്തുകൾ അമലുകളെ മുഴുവനും നിങ്ങളൊന്ന് കണക്കാക്കി നോക്കിയേ. അല്ലാഹുവേ, ഒന്നുപോലെ സ്വീകരിക്കാതെ വലിച്ചെറിഞ്ഞു പോയാൽ, ഒന്നുപോലെ സ്വീകരിക്കാതെ വലിച്ചെറിഞ്ഞു പോയാൽ എന്താണ് നാളെ പരലോകത്തെ പടച്ചോന്റെ കോടതിയിൽ കിട്ടുക? അല്ലാഹുമ്മ ജഅൽനാ മിനൽ മഖ്ബൂലീൻ. ഇപ്പോഴും നിങ്ങൾ ദുആരക്കണം, ഇപ്പോഴും നിങ്ങൾ ദുആരക്കണം. നമസ്കാരം കഴിഞ്ഞാൽ, ഇബാദത്ത് കഴിഞ്ഞാൽ രണ്ട് കൈ അങ്ങോട്ട് വെച്ച് നിറകണ്ണുകളോട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ മഖ്ബൂലീൻ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കുന്നവരിൽ പെടുത്തണയല്ല, സ്വീകരിക്കുന്നവരിൽ പെടുത്തണയല്ല. വതറൽ മുജ്രിമീന യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ മുജ്രിമീൻ. തെറ്റുകാർക്ക്, ധിക്കാരികൾക്ക് സന്തോഷമില്ല എന്ന് വിളിച്ചു പറയപ്പെടുന്ന ലോകത്ത് നിങ്ങൾ കുറെ ഇബാദത്തുമായി ചെല്ലുകയാണ്. അല്ലാഹു, പരൂര് ഞങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തവരാ, പുന്നയൂർ കുളത്ത് ഞങ്ങൾ ഒരുപാട് ഇബാദത്ത് ചെയ്തവരാ. നിങ്ങൾ പറയും എന്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു റബ്ബേ, എന്റെ വീടിനകത്ത് ഒരുപാട് നൈമിഷികമായ ചിന്തകൾ വന്നപ്പോഴും എന്റെ മനസ്സിനെ പിടിച്ചു നിർത്തിയിട്ട് പതിരാത്രി സമയത്ത് പോലും എന്റെ മക്കളെ കിടത്തിറക്കിയിട്ട് ഉള്ളെടുത്തുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചവളാ, ഖുർആൻ ഓതിയവളാ, ലുഹാ എന്ന സുന്നത്ത് നിസ്കരിച്ചതാ. എന്റെ മുമ്പിൽ വന്ന ചെറുപ്പക്കാര് പറയും അല്ലാഹുവേ, ഒറ്റ ദിവസം പോലും പ്രസംഗം മുടക്കിയിട്ടില്ല. എന്റെ മുമ്പിൽ സുലൈമാനിക്ക എന്റെ ചന്ദനംകുളത്തുള്ള ചെറുപ്പക്കാരന്റെ ഇവിടെ ഒരുപാട് യുവാ സുഹൃത്തുക്കളുണ്ട്. എവിടെ പോയാലും ഓടിയോട് സദസ്സിന്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എരമംഗലത്തുള്ള എന്റെ എത്രയോ ചെറുപ്പക്കാര്, കൂട്ടുകാർ ഇവിടെയുണ്ട്. പക്ഷേ അവര് നാളെ പരലോകത്ത് റബ്ബുൽ ആലമീനായ പടച്ചവന്റെ മുമ്പ് പോയിട്ട് പറയുന്നു, അല്ലാ, ഞങ്ങൾ ചെയ്തു പോലെ അവരുടെ പ്രതിഫലം ഞങ്ങൾക്ക് തരണമെന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. വാരിയെറിഞ്ഞ പൊടികളെ പോലെ അമലുകളെ മാറ്റുമ്പോ പിന്നെ പരാജയമല്ലേ? ആ പരാജയം വരാതെ നാളെയുടെ വിജയത്തിനുള്ള ഒന്നാമത്തെ ആയുധമാണ് ഇഖ്ലാസ്. ഇഖ്ലാസോടുകൂടി ചെയ്താൽ ഇവിടെ കിട്ടിയില്ലെങ്കിൽ പോട്ടെ, നമുക്ക് അവിടെ കിട്ടുന്നതാ. നിങ്ങൾ പറയും നിസ്കാരമുള്ളവർക്ക് ഉസ്താദ് അല്ലാഹു എന്ന് കട്ടപ്പാടല്ലേ കൊടുക്കുന്നത്. എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഇബാദത്തില്ലാത്തവന് കൊട്ടാരമില്ലേ? പള്ളിയിൽ പോകാത്ത പ്രിയപ്പെട്ട കുടുംബത്തിന് വാഹനങ്ങളില്ലേ? ജീവിതത്തിൽ സ്വലാത്ത് പോലും ചെല്ലാത്ത മക്കൾ ഡോക്ടറായില്ലേ? ഉസ്താദ്, അപ്പൊ നമ്മുടെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കുന്നവരെ ഇഖ്ലാസോട് കൂടിയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്തതെങ്കിൽ ദുനിയാവിൽ ഇത്തിരി നഷ്ടം വന്നു പോയാൽ വല്ലാഹിറത്തു ഖൈറുൻ വഅബ്ഖാ. അല്ലാഹുവിന്റെ പരലോകത്ത് നീതിമാനായ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റവും വലിയ ഉന്നതമായ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് തരുന്നതാണ്. അവിടെയാ പ്രിയപ്പെട്ടവരെ നമ്മൾ വരേണ്ടത്, അവിടെയാ സഹോദരങ്ങളെ നമ്മൾ വരേണ്ടത്, അവിടെയാ എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളെ വിജയിക്കേണ്ടത്. എത്ര അമൽ ചെയ്തു പോയി, എത്ര ഇബാദത്ത് ചെയ്തു പോയി, അത് മുഴുവനും അല്ലാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഗൗരവമുള്ള ഒരു സംഭവം പഠിച്ചോ. സഹാബികളൊക്കെ കരഞ്ഞു പോയതാണ്, സഹാബികളൊക്കെ കരഞ്ഞു പോയതാണ്. ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ, കാണാൻ ചന്തമുണ്ട്, മസിൽ പവറുണ്ട്, ആരോഗ്യമുണ്ട്, അഭ്യസ്തവിദ്യനാണ്, എല്ലാ കഴിവുമുള്ള ഒത്തിണങ്ങിയ ചെറുപ്പക്കാരനാണ്. യുദ്ധത്തിന്റെ രണാകണത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഊരിപ്പിടിച്ച വാളുമായിട്ട് പടയോട്ടം നടത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏറ്റവും വലിയ മനോഹരമായ അധ്യായത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കടന്നു വന്ന സഹാബികളോടൊപ്പം നിന്ന ചെറുപ്പക്കാരനാ. യുദ്ധത്തിന്റെ രണാകണത്തിൽ അല്ലാഹു ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഒരുപാട് ശത്രുക്കളുടെ ശിരസറ്റ് പോലെ കബന്ധങ്ങൾ കാലുകൊണ്ട് തട്ടി ഉരുട്ടുകയാ. ഒരുപാട് ശത്രുക്കൾ ഇസ്ലാമിന്റെ രണാകണത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി വിട്ടേറിയുകയാ. ജനങ്ങളൊക്കെ ആവേശത്തോടെ നോക്കി നിന്നുകൊണ്ട് തക്ബീർ വിളിക്കുകയാ. ആ സമയത്ത് പ്രിയപ്പെട്ട സഹോദരന്റെ ഉദരത്തിലേക്ക് മൂർച്ചയുള്ള ഒരു വാളുക കടന്നു ചെല്ലുകയാ. കുടൽ പുറത്തേക്ക് വരികയാ. കയ്യും കാലും ഒക്കെ വെട്ടിയിരുന്നിട്ട് രണാകണത്തിൽ വലിച്ചെറിയുമ്പോ സഹാബികൾ പറയുന്നു, അല്ലാഹ്
അല്ലാഹു അക്ബർ വഹുവ ശഹീദ്. യാ റസൂലല്ലാഹ് ഓടി വരികയാ, യാ ഹബീബല്ലാഹ് ആ മനുഷ്യൻ ഷഹീദായി നബിയെ ഷഹീദായി. ഇത് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വകാന യുദആ ഖതീലുൽ ഹിമാർ. നാളെ പരലോകത്തവനെ വിളിക്കുന്ന പേര് ഖതീലുൽ ഹിമാർ എന്നാണ്. ഈ മരണപ്പെട്ടു പോയ മനുഷ്യനെ, ഈ ഷഹീദായ മനുഷ്യനെ നാളെ അള്ളാന്റെ കോടതിയിൽ വിളിക്കുന്നത് ഖതീലുൽ ഹിമാർ എന്നാണ്. ഖതീലുൽ ഹിമാർ എന്ന് പറഞ്ഞാൽ എന്താ? കഴുതയ്ക്ക് വേണ്ടി ഷഹീദായവൻ എന്നാണ്, കഴുതയ്ക്ക് വേണ്ടി മരിച്ചവൻ എന്നാണ്. സഹാബികൾ കരഞ്ഞു നബിയേ നബിയെ ആ മനുഷ്യനെ കുറിച്ച് എന്തിനാ നബി അങ്ങനെ പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യം ചിന്തിച്ചോ? പരൂര് വന്നവര് ആ മനുഷ്യനും പ്രധാനപ്പെട്ട ഒരാളെ കൊന്നരെന്തിനെന്നറിയോ? അയാൾ ഇരിക്കുന്ന കഴുത ഏറ്റവും വലിയ വിലപിടിപ്പുള്ള കഴുതയായതുകൊണ്ട് ആ മനുഷ്യനെ കൊന്നു കഴിഞ്ഞാൽ ഈ കഴുത തനിക്ക് സ്വന്തമാകുമല്ലോ, ഈ കഴുത തനിക്ക് സ്വന്തമാകുമല്ലോ. അതിനുവേണ്ടി ആ മനുഷ്യനെ കൊന്നരാ, ഈ കഴുത എടുക്കാൻ വേണ്ടി ആ മനുഷ്യനെ കൊന്നരാ. ആ മനുഷ്യൻ കഴുതയ്ക്ക് വേണ്ടി ഷഹീദായവനെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ വിളിക്കുമെന്നാണ്. റബ്ബേ, നമ്മുടെ അമലുകൾ എഴുതാൻ മാലാഖമാരുണ്ടല്ലോ പടച്ചവനെ, ഇഖ്ലാസ് തരണമേ അല്ലാഹ്, ഇഖ്ലാസ് തരണമേ അല്ലാഹ്. നീ നിസ്കരിക്കുന്ന ഒരു റക്അത്തിലെങ്കിലും ഇഖ്ലാസ് ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ മലക്കുകൾ അത് രേഖപ്പെടുത്തൂല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തൂല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നാളെയുടെ വിജയത്തിന് വേണ്ടി അല്ലാഹു നിങ്ങളോട് ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ ഇഖ്ലാസോട് കൂടിയാ. ജനങ്ങളെ കാണിക്കാനല്ല, ഷോയ്ക്ക് വേണ്ടിയല്ല, ആഡംബരത്തിന് വേണ്ടിയല്ല, പേരിനും പെരുമയ്ക്കും വേണ്ടിയല്ല. ആ ഇഖ്ലാസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ഒരമല് പോലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കൂല. സുബ്ഹാനല്ലാഹ്, പടച്ചവന്റെ പടക്കളത്തിൽ പൊരുത്തത്തിന് വേണ്ടി എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഊരിപ്പിടിച്ച പടവാളുമായി പറന്നിറങ്ങിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഷഹീദായപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ശത്രുക്കളുടെ സ്വത്ത് മോഹിച്ച് ഷഹീദായവനാണ്, അതുകൊണ്ട് അവന് ഷഹീദിന്റെ കൂലിയില്ല. അങ്ങനാണെങ്കിലോ നമ്മുടെ നമസ്കാരവും നമ്മുടെ സക്കാത്തും നമ്മുടെ സ്വതക്കയും നമ്മുടെ ഖുർആൻ ഓതലും ആരൊക്കെ മോഹിച്ചിട്ടാണോ, ആരൊക്കെ നല്ലത് പറയാൻ വേണ്ടിയിട്ടാണോ, അതെല്ലാം നമുക്ക് ദുനിയാവിൽ വെച്ച് കിട്ടുന്നതാണ്. ആരോരുമില്ലാത്ത ഒറ്റപ്പെട്ട ഖബർ ജീവിതത്തിന്റെ അകത്തളപ്പിലതൊന്നുമില്ല. കൈമലത്തി പോകും പെങ്ങളെ, കൊത്തിവലിക്കുന്ന വിഷസർപ്പങ്ങളെ ഖബർ ജീവിതത്തിന്റെ അകത്തളത്തിലേക്ക് കടന്നു വരുമ്പോ എന്റെ പരൂര് വന്ന പെങ്ങളെ നമ്മൾ തോറ്റുപോകുമല്ലോ, എന്റെ പരൂര് വന്ന ചെറുപ്പക്കാരാ നമ്മൾ തോറ്റുപോകുമല്ലോ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ കഴിവ് നിർമ്മിച്ചിട്ട് പറഞ്ഞത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം. ഞങ്ങളുടെ ദുആ സ്വീകരിക്കണയല്ല, ഞാൻ ഈ ചെയ്തു പോര അമലിനെ സ്വീകരിക്കണയല്ല. ഇബ്രാഹിം നബി പോലും പറഞ്ഞതെന്താ? ഒരു ചെറിയ കറമതി അല്ലാഹു വലിച്ചെറിയാൻ, ഒരു ചെറിയ കറമതി അല്ലാഹു വലിച്ചെറിയാൻ, ഒരു ചെറിയ കറമതിയല്ലോ. എന്റെ പ്രിയമുള്ളവര്, പ്രഭാഷണത്തിന് ശേഷം ദുആ ചെയ്യുമ്പോ നമ്മളൊക്കെ കരയുന്നവരെന്തിനാ? നിങ്ങളെ പോലുള്ള പാവപ്പെട്ടവർ അല്ലാഹു കൊണ്ട് വീണ്ടും പാവപ്പെട്ടവർക്ക് യതീമീങ്ങൾക്ക് മദ്രസക്ക് ഹിഫ്ള് കോളേജിനും അറബി കോളേജിനും പള്ളിക്കും ഒക്കെ മിനാരം കെട്ടാനും പെയിന്റടിക്കാനും ഹൗല് കെട്ടാനും ഒക്കെ ഒരുപാട് സ്വതക്ക ചെയ്യുമ്പോ ആ സ്വതക്ക ഞങ്ങൾ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ചെയ്തത്. അതുകൊണ്ട് അവസാനത്തെ ദുആ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമ്പോ പൊട്ടിക്കരന്നുകൊണ്ട് ഞങ്ങൾ ദുആ എടുക്കുന്നുള്ളൂ. അല്ലോ, ഈ പാവപ്പെട്ടവർ ഞങ്ങൾ പറഞ്ഞ വാക്ക് വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് തഖബ്ബൽ മിന്നാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവര്, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോലെ മുഴുവൻ അമലുകളും അല്ലാഹു സ്വീകരിക്കാൻ, മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സ്വീകരിക്കാൻ, മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കാൻ മനസ്സിന്റെ അകത്ത് നിയ്യത്ത് ചെയ്യുക. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. ഒരാൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് മനസ്സിൽ കരുതലാണ്. ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനേക്കാളും അല്ലാഹുവിന് ഇഷ്ടമുണ്ടല്ലോ, അത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലൊരു തീരുമാനമെടുക്കലാണ്. അല്ല മനസ്സിലേക്ക് നോക്കിയിരിക്കുന്നവനാണ്, അല്ല മനസ്സിലേക്ക് നോക്കിയിരിക്കുന്നവനാണ്. നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്യുക.
അല്ലാഹുവേ ഒരുപാട് അമൽ ചെയ്യണം, ഒരുപാട് ഇബാദത്ത് ചെയ്യണം. നാളെ പടച്ചറബിന്റെ നീതിപീഠത്തിന് മുന്നിൽ മനുഷ്യർ വരുമ്പോ അല്ലാഹു മനുഷ്യരോട് പറയുമത്രേ, എല്ലാ അമലുകളും കൊണ്ടുവരുമ്പോ അൽഖൂ ഹാദിഹി സഹീഫ, ഈ ഏടിനെ വലിച്ചെറിയുക. അള്ളാന്റെ മുന്നിൽ ഞാൻ ഇബാദത്ത് ചെയ്ത് നോമ്പ് പിടിച്ചെന്നൊക്കെ പറഞ്ഞു വരുമ്പോ അൽഖൂ ഹാദിഹി സഹീഫ, ഈ ഏടുകളെ വലിച്ചെറിയുക, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ, എനിക്ക് വേണ്ട എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്ന പടച്ചവനെ അവര് ചെയ്തു പോയ അമലൊക്കെ എവിടെ? അല്ല പറയുന്ന സ്വീകരിച്ചില്ല, അതിന് പകരം ഇന്ന ഇന്ന ഇബാദത്തുകൾ രേഖപ്പെടുത്തുക. ഇബാദത്തുകൾ ചെയ്തതൊന്നും സ്വീകരിച്ചില്ല, പക്ഷേ സ്വതക്ക ചെയ്തതായിട്ട് നിങ്ങൾ എഴുതുക, നിസ്കരിച്ചതായിട്ട് നിങ്ങൾ എഴുതുക, നോമ്പ് പിടിച്ചതായിട്ട് നിങ്ങൾ എഴുതുക. അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്നു, യാ റബ്ബനാ മാ അമിലൂ ശൈഅൻ മിൻ ദാലിക ഇന്നഹു നബോ, യാ റബ്ബനാ മാ അമിലൂ ശൈഅൻ മിൻ ദാലിക, പടച്ചവനെ നീ എഴുതാൻ പറഞ്ഞ അമലുകളൊന്നും ഇതിന്റെ അകത്തില്ലല്ലോ. അള്ളാഹു പറയുന്നവര് അതിന്റെ അകത്തില്ലെങ്കിലും ഇന്നഹു നബോ, ഇന്നഹു നബോ, അത് ചെയ്യണമെന്നവര് കരുതിയിരുന്നു മനസ്സിൽ. അടുത്ത റമളാൻ വന്നാൽ റമളാൻ 30 ദിവസം കൊണ്ട് 7 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ ഓതി തീർക്കണമെന്ന് ഇപ്പൊ നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ, അതിനു മുമ്പ് നിങ്ങൾ മരിച്ചുപോയാൽ 7 പ്രാവശ്യം ഖുർആൻ ഓതി തീർത്ത പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ ജീവിതത്തിൽ എന്റെ കടങ്ങളൊക്കെ തീർന്ന് ഒരു 10 ലക്ഷം രൂപ എനിക്ക് ഡിപ്പോസിറ്റ് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടിയാൽ അതിൽ നിന്ന് 2 ലക്ഷം ഒരു യതീമിന് ഞാൻ കൊടുക്കുമെന്ന് ഇപ്പൊ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിയ്യത്ത് ചെയ്താൽ വഹുവ ഖൈറുൻ മിൻ അമലിഹി, അത് കൊടുത്താൽ ഒരുപക്ഷെ കൊടുക്കുന്ന സമയത്തുള്ള നിഷ്കളങ്കതയുടെ കുറവിന്റെ പേരിൽ അല്ലാഹു വലിച്ചെറിയുമെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് നിയ്യത്ത് ചെയ്താൽ, അതിനു മുമ്പ് നിങ്ങൾ മരിച്ചു പോയാൽ ആ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. നോമ്പെടുതാൻ പറഞ്ഞു, റമളാൻ വന്നില്ലല്ലോ പടച്ചവനെ. അല്ലാഹു പറയുന്നു, മലക്കുകളെ റമളാൻ വരുന്നെങ്കിൽ നോമ്പ് പിടിക്കുമെന്ന് നിയ്യത്ത് ചെയ്തവനാണ്, അതുകൊണ്ട് റമളാന് മുമ്പ് മരിച്ചു പോയാലും ആ പുണ്യം ഞാൻ കൊടുക്കുന്നതാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ റമളാനിന്റെ 27-ാം രാവ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉപ്പയാണ്. 17-ാം രാവായപ്പോഴാണ് മരണപ്പെട്ടു പോയത്. ഇനി ലോകാവസാനം വരെയുള്ള 27-ാം രാവിന്റെ പ്രതിഫലം എന്റെ പ്രിയപ്പെട്ട ഉപ്പാടെ ഖബറിലേക്ക് കൊടുക്കണേ അല്ലാഹ്. മനസ്സിലറിയാതെ നിയ്യത്ത് ചെയ്യുകയാണ് ഓരോരുത്തരും. നന്മകൾക്ക് വേണ്ടി ഇറങ്ങി വരുമ്പോ അല്ലാഹുവേ പടച്ചവരെ, നമ്മുടെ കയ്യിൽ അല്ലാഹു പുണ്യം തരുന്നതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, അല്ലാഹുവേ ഒരു ഹിഫ്ദുൽ ഖുർആൻ കോളേജ് എനിക്ക് പണിയാൻ പറ്റൂല അല്ലാഹ്, എന്റെ കയ്യിൽ ഒരുപാട് സാമ്പത്തികമില്ല, പക്ഷെ അല്ലാഹുവേ നീ എനിക്ക് സാമ്പത്തികം തന്നാൽ, നീ എനിക്ക് സാമ്പത്തികം തന്നാൽ അടുത്ത 1 വർഷത്തിനകത്ത് എന്റെ കടങ്ങളൊക്കെ തീർന്ന് എനിക്കൊരു നല്ല വീട് വെക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ നിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് അൽഹംദുലില്ലാഹ് ഞാനും നിയ്യത്ത് ചെയ്യുന്നൊരു സദഖ നിങ്ങൾ കൊടുക്കാൻ അല്ലാഹു ഭാഗ്യം തന്നാ മാത്രം കൊടുത്താൽ മതി. പക്ഷേ മനസ്സുകൊണ്ടൊന്ന് കരുതിയാൽ അതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് വല്ലാത്ത പുണ്യമാണ്. അതുകൊണ്ട് മലക്കുകളെ എഴുതുക, അവര് ചെയ്തത് നിങ്ങൾ നോക്കണ്ട. എഴുതു മലക്കുകളെ, എഴുതു മലക്കുകളെ, അവര് പറഞ്ഞതിന് നിങ്ങൾ നോക്കണ്ട, മനസ്സിൽ അവര് കരുതിയല്ലോ, ആ കരുതിയതിന് പ്രതിഫലം കൊടുക്കുക. മനസ്സുകൊണ്ട് കരുതുന്നതിന് ഇത്രയും പുണ്യമാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ജീവിതത്തിൽ ഇന്ന് വരെ പരൂരത്ത സ്വർഗത്തിന്റെ വേദിയിൽ വന്നിരിക്കുന്നത് വരെ ഞാനും നിങ്ങളും ചെയ്തു പോയ എല്ലാ അമലും അല്ലാഹു സ്വീകരിക്കണേ അല്ലോ എന്ന നിയ്യത്തിലായിരിക്കട്ടെ ഇന്നത്തെ സദഖ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. രണ്ടാമത്തെ ആയുധം പറഞ്ഞിട്ടില്ല, 1 ഇഖ്ലാസ്, 2 ഇൻഷാ അല്ലാഹ് പറയും. രക്ഷപ്പെടും. ആ സഹോദരനുമായി സഹകരിക്കുന്നവർക്ക് അറിയാതെ ഇബാദത്ത് ചെയ്യാൻ, സൽക്കർമ്മം ചെയ്യാനുള്ള താല്പര്യവും ആഗ്രഹവും അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ചു കൊടുക്കും. ബനി ഇസ്രായേൽപ്പെട്ട മനോഹരമായ ഒരു സംഭവം, ഒരു മുത്തഖിയായ മനുഷ്യന്റെ സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, ആരും അറിയാതെ സദഖ ചെയ്യണം, ആരും അറിയാതെ സദഖ ചെയ്യണം. പാതിരാത്രി ചെയ്യാമെന്ന് വിചാരിച്ചു. സദഖ ചെയ്യാനുള്ള നാണയത്തൊട്ടുമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പാതിരാത്രി നടന്നു പോകുമ്പോൾ വഴിയിൽ കാണുന്ന പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യാമെന്ന ആ സഹോദരൻ തീരുമാനിച്ചു. ഇഖ്ലാസുള്ള മനുഷ്യന, ഒരു ജീവിയെ പോലും ഉപദ്രവിച്ചിട്ടില്ല, നല്ല മനുഷ്യനാ, സന്തോഷത്തോടെ ജീവിക്കുന്നവനാ. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, ഞാൻ സദഖ ചെയ്യുന്നത് കുറെ ആളുകൾ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് രഹസ്യമാര് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി നടക്കുകയാണ് ആ പ്രിയപ്പെട്ട കൂട്ടുകാർ. അങ്ങനെ നടന്നു പോകുമ്പോ
ഒരു മോഷ്ടാവിനെയാണ് വഴിയിൽ വെച്ച് കണ്ടത്, ഒരു കള്ളനെയാണ് വഴിയിൽ വെച്ച് കണ്ടത്. ഈ പ്രിയപ്പെട്ട ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, അയാൾ കള്ളനാണോ അല്ലയോ എന്നൊന്നും ഈ മനുഷ്യനറിയില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് നിനക്ക് ഞാൻ കുറച്ച് സ്വതക്ക തരികയാണ്, നീ സന്തോഷത്തോടെ ജീവിച്ചോ എന്ന് പറഞ്ഞ് സ്വതക്ക ചെയ്തിട്ട് ഈ മനുഷ്യൻ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ ആ കള്ളൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഇന്നലെ എനിക്ക് സ്വതക്ക കിട്ടി, ഇന്നലെ എനിക്ക് സ്വതക്ക കിട്ടി. നേരം പറഞ്ഞപ്പോ നാട് മുഴുവനും ചർച്ചയാണ്. കള്ളന് സ്വതക്ക കൊടുത്തവൻ, കള്ളന് സ്വതക്ക കൊടുത്തവൻ, കള്ളന് സ്വതക്ക കൊടുത്തവനെന്ന് നാട് മുഴുവനും പറഞ്ഞപ്പോ ഈ മനുഷ്യൻ തന്റെ റൂമിനകത്ത് കയറിയിട്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാരിഖ, പടച്ചവനെ കള്ളന്റെ കയ്യിലാണെങ്കിലും നീ വിചാരിച്ചത് കൊണ്ടാണ് ആ കാശ് ഇവിടെ എത്തിയത്. ഞാൻ വിചാരിച്ചത് സോലിഹാര ഒരു മനുഷ്യന് കൊടുക്കാനാ. അതുകൊണ്ട് ഏതായാലും അൽഹംദുലില്ലാഹ് എനിക്ക് സങ്കടമില്ല. ഞാൻ കഷ്ടപ്പെട്ട ഒരു വിഹിതം ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അന്നത്തിന് വകയാകുന്നെങ്കിലാകട്ടെ. മനസ്സിന്റെ അകത്ത് കറവുരണ്ടില്ല, നിഷ്കളങ്കമായ മനസ്സാണ്. നമ്മളാണെങ്കിൽ ആ രാത്രി തന്നെ പോലെ ഇന്നലെ കണ്ട കള്ളനെ ഇന്ന് കാണുമ്പോ അവന്റെ കൊങ്ങത്തി പിടിച്ചിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചോദ്യം ചെയ്യൂലേ, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാരിഖ്, പടച്ചവനെ കള്ളന്റെ കയ്യിൽ എന്ത് സ്വത്തെത്തിച്ചവനെ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ മടങ്ങി വന്നു. രണ്ടാമത്തെ ദിവസവും ആരും അറിയാതെ സ്വതക്ക ചെയ്യാൻ രാത്രി സമയത്ത് ഇറങ്ങി നടക്കുകയാ. ആരും അറിയാതെ സ്വതക്ക ചെയ്യാൻ രണ്ടാമത്തെ ദിവസവും ഇറങ്ങി നടക്കുകയാണ്. വ്യഭിചാരിയാറ് പെണ്ണിന്റെ കയ്യിലാണ് ആ സുറക്ക എത്തിയത്. ഒരു പെണ്ണ് റോഡ് വക്കി നിൽക്കുമ്പോ ഈ മനുഷ്യനാണ് ആ സുറക്ക കൊണ്ട് കൊടുക്കുന്നത്. പെണ്ണെ നിന്റെ കയ്യിലിരിക്കട്ടെ, നിന്റെ കയ്യിലിരിക്കട്ടെ, ഞാൻ പാവപ്പെട്ടവർക്ക് നെയ്യത്ത് ചെയ്തതാണ്. വ്യഭിചാരിയാറ് പെണ്ണിന് സുറക്ക കൊടുത്തപ്പോ നാട് മുഴുവനും ചർച്ചയായി. പിറ്റന്ന് ഒരു വ്യഭിചാരിയാറ് പെണ്ണിന് ഏതോ ഒരു മഹാസുറക്ക കൊടുത്തിരിക്കുന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ വന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലാ ഫീ യദിസാനി, വ്യഭിചാരിയാറ് പെണ്ണിന്റെ എന്റെ സുറക്ക എത്തിച്ചു കൊടുത്ത പടച്ചവനെ അൽഹംദുലില്ലാഹ്, എനിക്ക് പരാതിയില്ല അല്ലാ, എനിക്ക് പരാതിയില്ല അല്ലാ. ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതിന് അവിടെ എത്തണമെന്ന് തീരുമാനിച്ചത് നീയാണ്. മൂന്നാമത്തെ ദിവസം അല്ലാഹു ആ പണം കൊണ്ട് സുറക്കയ്ക്ക് പോയി. രാത്രിയില് അന്ന് സുറക്ക കൊടുത്തത് ആരുടെ കയ്യില? അന്ന് സുറക്ക കൊടുത്തത് ഒരു സമ്പന്നനായ മനുഷ്യന്റെ കയ്യിലാണ്. നല്ല കാശുള്ളവനാണ്. പക്ഷെ അയാൾ ആർക്കും ഒന്നും കൊടുക്കൂല, അയാൾ ആർക്കും ഒന്നും കൊടുക്കൂല. അയാൾ സമ്പാദിച്ചു വെച്ച സമ്പാദ്യത്തെ മുഴുവനും തന്റെ കൈവെള്ളയിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സ്വന്തം ജീവിതത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോ ഒരു പാവപ്പെട്ടവന് പോലും ഇന്നവരെ ഒരു നാണയത്തൊട്ട് കൊടുത്തിട്ടില്ല. ആ മനുഷ്യന്റെ കയ്യിൽ പണപ്രേമിയാര സമ്പന്ന പൂജകനാര മനുഷ്യന്റെ കയ്യില് ഈ മനുഷ്യൻ കൊണ്ട് സ്വതക കൊടുക്കുകയാണ്. ജനങ്ങളൊക്കെ പറഞ്ഞു, പണക്കാർക്ക് സ്വതക കൊടുക്കുകയോ, പണക്കാർക്ക് സ്വതക കൊടുക്കുകയോ. അത്ഭുതം തന്നെ, അത്ഭുതം തന്നെ. പക്ഷെ ഈ മനസ്സിന്റെ മനസ്സ് സങ്കടപ്പെട്ടില്ല. എങ്കിലും മനസ്സിന്റെ അകത്തൊരു തോന്നലുണ്ടായി, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പടച്ചവനെ ഞാൻ നല്ല മനസ്സോടെ ഇറങ്ങിയവരല്ലേ, എന്നിട്ടെന്തേ എന്റെ അമലുകൾ ഇങ്ങനെ ആക്കിയതെന്ന് ചിന്തിച്ച് കിടന്നുറങ്ങുമ്പോ രാത്രിയിൽ സ്വപ്നം കാണുകയാണ്. ഞാനും നിങ്ങളെ ചിന്തിക്കുന്ന പോലെയല്ല. അല്ലാഹു പടച്ച തമ്പുരാന്റെ പൊരുത്തമുള്ളവർക്ക് അല്ലാഹു ചില സ്വപ്നങ്ങൾ അത്ഭുതകരമായി കൊടുക്കുന്നതാണ്. ആ മനുഷ്യ സ്വപ്നം കാണുകയാണ്, നിന്റെ സ്വതക്ക അല്ലാഹു സ്വീകരിച്ചിരിക്കുകയാണ്. അയാൾ ചോദിച്ചു, എങ്ങനെയാണ് എന്റെ സ്വതക്ക സ്വീകരിക്കുക? ആദ്യം കൊടുത്തത് കള്ളനാണെന്ന് ജനങ്ങൾ പറഞ്ഞു, രണ്ടാമത് കൊടുത്തത് വ്യഭിചാരിക്കെന്ന് ജനങ്ങൾ പറഞ്ഞു, മൂന്നാമത് കൊടുത്തത് സമ്പത്ത് ആവശ്യമില്ലാത്ത പണക്കാരനെന്ന് ജനങ്ങൾ പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് എന്റെ സ്വതക്ക സ്വീകരിക്കുക? ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ പറഞ്ഞു കൊടുത്തു, അത്രേ നിന്റെ മനസ്സിന്റെ ഇഖ്ലാസ് കൊണ്ട് നീ കൊടുത്ത പണമുണ്ടല്ലോ, നീ കൊടുത്ത പണം കിട്ടിയപ്പോ ആ കള്ളനാര മനുഷ്യൻ തന്റെ മോഷണം നിർത്തുകയാണ്. ഇനി എനിക്ക് മോഷ്ടിക്കണ്ട, ഇനി എനിക്ക് മോഷ്ടിക്കണ്ട. എന്റെ കയ്യിൽ പോലെ സ്വതക്ക തരാ മനസ്സുള്ളവരാണ് വിശ്വാസികളെങ്കിൽ എനിക്ക് ആ വിശ്വാസം മതി റബ്ബേ. വ്യഭിചാരിയാറ് പെണ്ണെ ചിന്തിച്ചതെങ്ങനെയാണ്? ശരീരം വിറ്റ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ കയ്യിലേക്ക് സ്വതക്ക തരാൻ ആളുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ നല്ല മഹത്തരമായ ആദർശമല്ലേ എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് ആ പെണ്ണും തന്റെ മോശമായ പ്രക്രിയ അവസാനിപ്പിച്ച ഹിദായത്തിലേക്ക് വരികയാണ്. സമ്പന്നന്റെ കയ്യിൽ
സ്വതക്ക കിട്ടിയപ്പോഴോ അയാൾക്ക് വല്ലാത്ത ലജ്ജയോന്നിപ്പോയി, നാണക്കേടായി പോയി. എന്നെക്കാളും പാവപ്പെട്ടവനല്ലേ എന്റെ മുമ്പിൽ വന്നത്, എന്നെക്കാളും സാധുവല്ലേ എന്റെ മുമ്പിൽ വന്നത്, എന്നിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അവനാണ് എനിക്ക് സ്വതക്ക തന്നത്, ഞാൻ എന്തൊരു വിഡ്ഢിയാ എന്ന് ചിന്തിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ആ മനുഷ്യനെ സ്വതക്ക ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ടാ? ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഇഖ്ലാസാ, ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നന്മയാ, അവനോടൊപ്പമുള്ളവരെ മുഴുവനും രക്ഷപ്പെടുത്തുകയാ. അങ്ങനെയുള്ളവരാളായ നിങ്ങൾ മാറണം പരൂരുകാരെ. കൊതിയോടുകൂടി പറയുകയാ, കാളകളെ പോലെ കുറെ ചെയ്തു കൂട്ടിയാ പോരാ, കുറെ അമലിന്റെ വലിപ്പം പറഞ്ഞാ പോരാ. 10 പ്രാവശ്യം മക്കത്ത് പോയവരുണ്ട്, ഒരു ലബ്ബൈക്ക് പോലും ചിലപ്പോ അല്ലാഹു സ്വീകരിച്ചു കാണൂല. 10 എത്തി മക്കളെ കെട്ടിച്ചു വിട്ടവരുണ്ട്, ഒരു പവന്റെ സ്വർണം പോലും ചിലപ്പോ അല്ലാഹു സ്വീകരിച്ചു കാണൂല. ഇഖ്ലാസിലേക്ക് വരണേ, ഇഖ്ലാസിലേക്ക് വരണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്നിട്ട് ചോദിക്കുകയാണ്. മുഴുവനും പഠിക്കാനുള്ള ഹദീസുകളും സംഭവങ്ങളുമാണ്. പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും രക്ഷപ്പെടണം, അള്ളാന്റെ പൊരുത്തത്തിൽ വരണം. നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വർഗത്തിന്റെ അമലുകളായി മാറണം. നമ്മുടെ പരലോകത്ത് ചെല്ലുമ്പോൾ സ്വർഗത്തിന്റെ സുന്ദരമായ അവസ്ഥ വേണം. നമ്മൾ മരിക്കുമ്പോ റഹ്മത്തിന്റെ മാലാഖമാര് നിന്റെ വീടിന് ചുറ്റും നിൽക്കണം. ശൈത്താനെ കണ്ടു മരിക്കല്ലേ, ശൈത്താന്റെ വെള്ളം കുടിച്ച് മരിക്കല്ലേ. അതിനൊക്കെ ഇത് ആവശ്യമാണ്, പഠിച്ചു വെച്ചുകൊള്ളുക. ആയിഷാ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വല്ലദീന യതൂന മാ ഖുലൂബുഹും വജില. നബിയേ, ഈ ആയത്തിനെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട്, നബിയെ മാറ്റിത്തരണം. സംശയം ചോദിക്കാൻ വരികയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വരികയാണ്. വല്ലദീന യതൂന മാ ഖുലൂബുഹും വജില. അല്ലാഹു കൊടുക്കുന്നതിനെ മറ്റുള്ളവർക്ക് തിരിച്ചു കൊടുത്തിട്ട് ഹൃദയം പിടയ്ക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ, അതാരാണ് നബിയേ? അല്ലാഹ് അവർക്ക് കൊടുത്ത സമ്പത്തിന്, ആരോഗ്യത്തെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഹൃദയം പിടയ്ക്കുന്നവരെന്ന് പറഞ്ഞു നബിയേ. അവരാരാ നബിയെ? എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാകിന്നഹുമുല്ലദീന യസൂമൂൻ. അവർ നോമ്പ് പിടിക്കുന്നവരാണ്, വയുസല്ലൂൻ, അവർ നമസ്കരിക്കുന്നവരാണ്, വയതസദ്ദഖൂൻ, അവർ സദഖ ചെയ്യുന്നവരാണ്, വഅന്നഹും യഖാഫൂന അല്ലാ യഖ്ബല മിൻഹും. അവരുടെ അമലുകൾ അല്ലാഹ് സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ടെൻഷൻ അവർക്കുണ്ട്. ആയിഷ, അവരെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഉലൈക യുസാരിഊന ഇലൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ. അവരാണ് നന്മയിൽ മത്സരിച്ച് വിജയിക്കുന്നവരെന്ന് ഖുർആൻ. ആരാണ്? ടെൻഷനുള്ളവർ. അല്ലാഹ് സ്വീകരിക്കുമോ, അല്ലാഹ് സ്വീകരിക്കുമോ? അല്ലാഹു നമ്മുടെ അമലുകൾ മുഴുവനും വലിച്ചെറിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അധികാരമുള്ളത്? നിങ്ങൾ ഈ ചെയ്യുന്ന പുണ്യം മുഴുവനും പടച്ചോ വലിച്ചെറിഞ്ഞ അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അർഹതയുള്ളത്? ആർക്കുമില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അർഹതയില്ല. അതുകൊണ്ട് കണ്ണീരോടെ സങ്കടത്തോടെ പടച്ച റബ്ബുൽ ആലമീനായ തമ്പുരാനോട് 2 കൈ ഉയർത്തിയിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറഞ്ഞോ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒന്നാമത്തെ ആയുധം ഇഖ്ലാസാണ്. രണ്ടാമത്തതോ തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ الذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്നവരാണ്. ഇത് രണ്ടും വലിയ ഗൗരവമുള്ള വിഷയമാണെന്ന്. ഇഖ്ലാസ്, 2 തഖ്വ. ഇത് രണ്ടുമില്ലെങ്കിൽ നിന്റെ വാലുകൾ അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ സുദഖകൾ അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ സുജൂദുകൾ അല്ലാഹു സ്വീകരിക്കൂല, നിന്റെ അദ്കാറുകൾ അല്ലാഹു സ്വീകരിക്കൂല. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസിബാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മുത്തഖീങ്ങൾക്ക് 2 സ്വർഗ്ഗമാണ്. 2 സ്വർഗ്ഗമാണ്. അല്ലാഹുവേ, 20, 21 തീയതികളില്, ഫെബ്രുവരി മാസം 20, 21 തീയതികളില് ചാവക്കാടിന്റെ പരിസരത്തുള്ള സ്നേഹതീരത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അവിടെ നൗഷാദ് വാക്കുകൾ 2 ദിവസം പറയുന്നത് സ്വർഗമാണ്. വിശ്വാസിക്കൊരു സമ്മാനമെന്ന വിഷയമാണ്. വിശ്വാസിക്കൊരു സമ്മാനമെന്ന വിഷയമാണ്. പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകുന്ന സ്വർഗമേ, അറിഞ്ഞാൽ
അത്ഭുതപ്പെട്ടു പോകുന്ന സ്വർഗമേ, ലോകത്താർക്കും ഒരു കൊടുക്കാത്ത ഏറ്റവും വലിയ അനുഗ്രഹത്തെ പാതിരാത്രി സുജൂദയുടെ പൊട്ടിക്കരയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടി അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്ന സ്വർഗമേ, വിചരിക്കാത്ത പെണ്ണേ നിനക്കുള്ള സ്വർഗമേതാ? കള്ളുകുടിക്കാത്ത ചെറുപ്പക്കാരാ നിനക്കുള്ള സ്വർഗത്തിന് തരുന്നതെന്താ? എല്ലാം മറന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇറങ്ങി പരിശ്രമിക്കുന്നവരെ അള്ളാഹു നിനക്ക് തരുന്ന സ്വർഗമേതാ? അള്ളാഹുവേ, അത് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അള്ളാന്റെ കോടതിയിലെ രണ്ട് സ്വർഗമാണ്. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് പടച്ചോനൊരുക്കി വെച്ചിരിക്കുന്നത്. സഹോദരിമാരെ, കൊതിയില്ലേ? ഇവിടുത്തെ സ്വർഗം മതിയോ? ഇവിടുത്തെ രസം മതിയോ? മുത്തഖി കൂടി ആയിക്കഴിഞ്ഞാൽ ഒന്ന് ഇഖ്ലാസ്, നിഷ്കളങ്കത, എന്ത് ചെയ്താലും നിഷ്കളങ്കത, അത് കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ തഖ്വ, മുത്തഖിയാത്ത് കൂടി ആയിക്കഴിഞ്ഞാൽ സഹോദരാ, നിനക്ക് അല്ലാഹു തരുന്ന നേട്ടങ്ങൾ അത്ഭുതകരമാണ്. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അത്റാബ വകൽസം ദിഹാഖ ലാ യസ്മഊന ഫിഹാ ലഗ്വൻ വലാ കിസാബ ജസാഅൻ മിൻ റബ്ബിക അതാഅൻ ഹിസാബ. എത്രയെത്ര ആയത്തുകളാണ് ഓതിയാ തീരൂല, പറഞ്ഞാ തീരൂല, വിശദീകരിച്ചാ തീരൂല. മുഴുവൻ മുത്തഖീങ്ങൾക്കുള്ളതാണ് അല്ലാഹുവിന്റെ ഖുർആൻ. അല്ലാഹുവിന്റെ ഖുർആൻ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി. നിങ്ങളെ കൊണ്ട് കഴിയുന്നതിന്റെ പരമാവധി അള്ളാഹു സൂക്ഷിക്കുന്നുള്ള പറഞ്ഞു. എത്രയാണോ പറ്റുക അതിനേക്കാൾ കുറച്ചുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം. മുത്തഖി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യത്തിൽ പോലും അള്ളാഹയെ പേടിക്കുന്നവർക്കാണ് മുത്തഖി എന്ന് പറയാൻ. അല്ലാതെ വെറുതെ ഇങ്ങനെ സ്ലോ മോഷനിൽ തസ്ബീഹ് കൊണ്ട് നടക്കുന്നവർക്കല്ല. നിസ്സാരമായ കാര്യത്തിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. നിസ്സാരമായ കാര്യത്തിൽ പോലും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സഹോദരന് വണ്ടി പാർക്ക് ചെയ്യണം, ഒരു ബിവറേജിന്റെ മുമ്പിലെ സ്ഥലം കിട്ടിയുള്ളൂ. അവൻ പറയുന്നു, ഇല്ല, എന്റെ വാഹനം ഞാൻ ഇവിടെ പാർക്ക് ചെയ്താൽ, ഇപ്പൊ എന്റെ വണ്ടിയും കാണാം അങ്ങനെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കിടക്കുന്ന കണ്ടാൽ തീർന്നു. അപ്പൊ തന്നെ വാട്സപ്പിൽ വരും. പിന്നെ ഒരു ഉപകാരമുണ്ട്. ഇപ്പൊ എന്ത് ചെയ്താലും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോ വലിയ സന്തോഷമാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ എന്ത് ചെയ്താലും അപ്പൊ വാട്സപ്പിലും ഫേസ്ബുക്കിലും വരും. അതൊരു മനുഷ്യൻ അള്ളാഹ് കൊടുക്കുന്ന വലിയൊരു കാര്യമല്ലേ? 1000 കണ്ണുകൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വലിയ സന്തോഷമല്ലേ? നമ്മുടെ ജീവിതത്തിൽ അത്രയും ഒരു സൗഭാഗ്യം അള്ളാഹു തന്നില്ലേ? വളരെ ശ്രദ്ധിക്കണം. എവിടെയാണെങ്കിലും ബിവറേജിന്റെ മുമ്പിൽ വാഹനം കൊണ്ടിട്ടാൽ ഒരു നിസ്സാരമായ കാര്യമാണ്. നമ്മൾ ബിവറേജ് കയറിയിട്ടില്ല എങ്കിലും അവിടെ ഇടാൻ പാടില്ല. അവിടെ ഇടാൻ പാടില്ല. തിയേറ്ററിന്റെ മുന്നിൽ വാഹനം കൊണ്ടിട്ടാൽ ചില ആളുകൾ ഇങ്ങനെ നോക്കുമ്പോ വണ്ടി ഇവിടെ കിടക്കാണ്, അത് ചങ്ങരംകുളത്തുള്ളവനല്ലേ, അത് അവിടെ ഉള്ളവനല്ലേ, അത് ഇവിടെയുള്ളവനല്ലേ, അങ്ങനെ ചോദിക്കുമ്പോ ആ ഒരു സംശയം, ആ നിഴല് പോലും വരാതെ സൂക്ഷിക്കുന്നതിനാണ് മുത്തഖി എന്ന് പറയാൻ. അതുപോലും വരാതെ സൂക്ഷിക്കുന്നതിനാണ് മുത്തഖി എന്ന് പറയാൻ. സഹോദരിമാർ എത്ര തക്കവ കാണിച്ച് ജീവിച്ചാലും കല്യാണത്തിന്റെ സമയത്ത്, കല്യാണങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് നടക്കുമ്പോ നിങ്ങൾ ചെന്നാൽ വലിയ ആഘോഷമാണല്ലോ ഇപ്പൊ കല്യാണം. അതിന് നിങ്ങൾ ചെല്ലുമ്പോ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോ നിങ്ങളുടെ ഹൃദയത്തിന്റെ തക്കവയിൽ കറ പിരളാൻ സാധ്യതയുണ്ട്. അപ്പൊ അതും ശ്രദ്ധിക്കുക. അവിടെയും പരമാവധി ജനത്തിരക്ക് വരുന്നതിന് മുമ്പ് പോയി പെണ്ണിന്റെ ഉമ്മ ഉപ്പായെ കണ്ട് സന്തോഷത്തോടെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത റാഹത്തോടെ നിങ്ങൾ പോവാണ്, ഭക്ഷണമൊക്കെ കഴിച്ചു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് വരുന്നതിന് പകരം 3, 4, 5, 6 ദിവസം ആ പെണ്ണ് പെറ്റാലും അവിടെ നിന്ന് വരാത്ത രീതിയിൽ അവിടെ ചാക്കും പ്രമാണവും ഒക്കെ ആയിട്ട് പോയി കിടക്കുന്ന കല്യാണ രീതി എന്റെ സഹോദരിമാർ ഒഴിവാക്കിയില്ലെങ്കിൽ പരലോകത്ത് ചെല്ലുമ്പോ പർദയും മഫ്തയും മാത്രം കാണുള്ളൂ, തഖ്വയും ഇഖ്ലാസും ഒന്നും കാണില്ല. അതാണും പെണ്ണും വളരെ ശ്രദ്ധിക്കണം. സഹോദരിമാരെ മാത്രം ഞാൻ പറഞ്ഞതല്ല, ഇത് നമുക്ക് ഉപകാരപ്പെടാൻ വേണ്ടി പറയാം. എന്തെങ്കിലും അള്ളാഹുവിന്റെ കോടതി നമുക്ക് വാങ്ങിയെടുക്കണ്ടേ? അള്ളാഹു തഖ്വയെ കുറിച്ച് പറഞ്ഞ ഭാഗത്തൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ ഖുത്ബയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഇമാമിങ്ങൾ ഒരു ആയത്ത് നിർബന്ധമായി നമുക്ക് ഓതി കേൾപ്പിച്ചേ. അതിന് വെള്ളിയാഴ്ച ഖുത്ബ തുടങ്ങുന്നതിന് മുമ്പ് പള്ളിയിൽ കയറണം, എന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് കേൾക്കാൻ പറ്റൂല. യാ അയ്യുഹല്ലദീന ആമനൂ ഊസീകും ബിതഖ്വല്ലാഹ്. ഈ വെള്ളിയാഴ്ച പോയാൽ ഇമാമു പറയുന്നു, മിമ്പറിൽ നിന്നിട്ട് പറയുന്നു, നിങ്ങളോട് അള്ളാഹുവിന്റെ തഖ്വ കൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുന്നു.
അപ്പൊ നമ്മളതൊക്കെ കേട്ട് പോയി. വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ചെല്ലുമ്പോൾ വീണ്ടും ഇമാം അങ്ങനെ പറയും. വീണ്ടും ഇമാം എന്തേ അങ്ങനെ പറയാൻ കാരണം? എല്ലാ വെള്ളിയാഴ്ചയും ഇതേ പ്രസംഗം മിമ്പറിൽ നിന്നുകൊണ്ട് ഉസ്താദിനെ നടത്താൻ ഇത് ഖുത്ബയുടെ നിർബന്ധമായ ഭാഗമാണ്. അത് ഓതിയില്ലെങ്കിൽ ഖുത്ബ ശരിയാവൂല, ആ ഖുത്ബയില്ലെങ്കിൽ ജുമുഅ ശരിയാവൂല. എന്തുകൊണ്ട് അങ്ങനെ നിർബന്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മത്തഖ്വ, എല്ലാ വെള്ളിയാഴ്ച ഇത് തന്നെയല്ലോ ഖത്തീബുമാർക്ക് ജോലി, തഖ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബാ സലക്ത തരീഖൻ ഫീഹി സൗഖ്, മുള്ളുള്ള വഴിയിൽ നീ പ്രവേശിച്ചാൽ എങ്ങനെയാണ് ഉമറേ നടന്നു പോവാ? മുള്ളുള്ള വഴിയിൽ നീ പ്രവേശിച്ചാൽ എങ്ങനെയാണ് നീ അതിലൂടെ നടന്നു പോവാ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഖാഫത അൻ യുസീബനി സൗഖ്, ഒരു മുള്ള് എന്റെ കാലിൽ തറയ്ക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കാല് വെക്കുക. അവിടെ മുള്ളുണ്ട്, അതുകൊണ്ട് എന്റെ കാലവിടെ വെച്ചാൽ എന്റെ കാലിൽ മുള്ള് തറയ്ക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ കാല് വെക്കുക എന്ന് പറഞ്ഞപ്പോ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, തിൽക തഖ്വ, ആ ഒരു ഭയത്തിനാണ് തഖ്വ എന്ന് പറയാ. എവിടെയും അല്ലാഹുവിനെ പേടിക്കുക, മുള്ള് തറയ്ക്കുമോ എന്ന പേടി പോലെ. വലിയ പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറി പോകുന്നവൻ അല്പമൊന്ന് കാല് വഴുതിപ്പോയാൽ നിലത്ത് വീണ് അത്ഭുതം അകാരമായ ഗർത്തത്തിൽ വീഴുമോ എന്ന ഭയം മനസ്സിനകത്തുള്ളത് പോലെ ആ ഒരു ഭയം, അല്ലാഹുവേ ഞാൻ അങ്ങനെ നോക്കിയാൽ, ഞാൻ അങ്ങനെ ഹറാമ് ചെയ്താൽ, ഞാൻ അങ്ങനെ ഹറാമ് കേട്ടാൽ എന്റെ മനസ്സിൽ നീ തന്നിരിക്കുന്ന ഈമാൻ ക്ഷയിച്ചു പോകുമോ എന്ന് ചിന്തിക്കുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ ഒരു തഖ്വ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ ലോകത്തൊരാളും നിങ്ങളെ പരാജയപ്പെടുത്തൂല, അഭിമാനത്തോടെ സുബ്ഹാനല്ലാഹ് നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നതാണ്. അബ്ദുൽ നാസർ മഅദനി ഉസ്താദിന്റെ നമസ്കാരത്തെ കുറിച്ച് അവിടെ പോയവർ ചോദിച്ചപ്പോ പറഞ്ഞതെന്നറിയോ? മക്കളെ, എന്റെ 2 കാല് വെട്ടി മാറ്റിയാൽ, എന്റെ 2 കൈ വെട്ടി മാറ്റിയാൽ, എന്റെ മനസ്സിന്റെ അകത്ത് ബോധമുള്ളിടത്തോളം കാലം എന്റെയും നെറ്റിപ്പണം ഞാൻ പടച്ചവന് വേണ്ടി സുജൂദിൽ വെക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഈ തഖ്വ, എന്റെ പ്രിയമുള്ളവരെ, അതാണ് തഖ്വ. ഒരുത്തനെയും പേടിക്കാതെ നമസ്കാരത്തിന്റെ സ്വാതന്ത്ര്യം ചോദിച്ചു വാങ്ങാനുള്ള തഖ്വ. ആരോഗ്യം അല്ലാഹു തന്ന മുസ്ലിം പെണ്ണ്, ആരോഗ്യം അല്ലാഹു തന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിങ്ങൾക്കറിയോ വാഹനത്തിന്റെ അകത്തിരുന്ന് പൊട്ടിക്കളഞ്ഞു പോയി കഴിഞ്ഞ ആഴ്ചയിൽ ഈ പാവപ്പെട്ടവർ, വാഹനത്തിന്റെ അകത്തിരുന്ന് പൊട്ടിക്കളഞ്ഞു പോയി കഴിഞ്ഞ ആഴ്ചയിൽ ഈ പാവപ്പെട്ടവർ. എന്തേ കാരണമെന്നറിയോ? ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, അവർക്ക് അതിന്റെ പേരിൽ സങ്കടവും നമ്പരൊന്നും വേണ്ട. പാതിരാത്രി 2 മണിക്ക് ഞാനിങ്ങനെ വരുമ്പോ വണ്ടിയൊക്കെ ബ്ലോക്കായി കിടക്കുന്ന, അങ്ങോട്ട് വാഹനം പോകില്ല. പോലീസുകാര് പറയുന്ന അവിടെ ഉത്സവം നടക്കാൻ അങ്ങോട്ട് വാഹനം പോകില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ അങ്ങോട്ട് പോകുമ്പോ ക്ഷേത്രമില്ലല്ലോ, പള്ളിയല്ലേ ഉള്ളൂ, അവിടെ എന്ത് ഉത്സവമാണെന്ന് ചോദിക്കുമ്പോ ആ പോലീസുകാരൻ പറയുന്നു, സാറ്, ക്ഷേത്രത്തെ പൊടിപിടിപ്പിക്കുന്ന, ക്ഷേത്രത്തെ തോൽപ്പിക്കുന്ന ഉത്സവം നടക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എത്ര പ്രാവശ്യം പ്രസംഗിച്ചിട്ട് പോയ പരിസരമാ, ഞാൻ അതിന്റെ ഭാഗത്ത് എത്രയോ തവണ പ്രസംഗത്തിന് വന്നതാ. എന്റെ നിങ്ങളെ തോറ്റുപോവുകയാണ് നിങ്ങളുടെ മുന്നിൽ. ഇബ്ലീസിന് വലിച്ചു കീറാ നിങ്ങളുടെ മനസ്സ് വെച്ച് കൊടുക്കണോ പെങ്ങള്? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അന്ന് ഞാൻ എന്റെ വാഹനത്തിലെല്ലാം വന്നിരുന്നത്, അതുകൊണ്ട് ഒരുപാട് ചെറുപ്പക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. സുബ്ഹാനല്ലാഹ്, ആ പള്ളിയുടെ മുമ്പിലൂടെ എന്റെ വാഹനം ഇങ്ങനെ കടന്നു വരുമ്പോ 10-20 മുസ്ലിം ചെറുപ്പക്കാരും ദാണ്ടുകൊട്ടിയിട്ട് പാതിരാത്രി 2 മണിക്ക് റോഡിലൂടെ പോവുകയാണ്. ആരാണെന്നറിയോ? എന്റെ മുമ്പിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഉസ്താദേ, ഞങ്ങളുണ്ട് ഉസ്താദേ, ഞങ്ങളുണ്ട് ഉസ്താദേ. അല്ലാഹുവിന്റെ ദീൻ പറയുമ്പോ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ഉസ്താദേ. പാവപ്പെട്ടവർക്ക് ഞങ്ങളുണ്ട് ഉസ്താദേ. കാരുണ്യത്തിന്റെ പാവപ്പെട്ട പ്രവർത്തകർ തൊപ്പി വെച്ചുകൊണ്ട്, താടി വെച്ചുകൊണ്ട് സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ അതുപോലുള്ള ചെറുപ്പക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ സന്തോഷം വരുന്നത്. അല്ലാഹുവേ, നല്ല മുസ്ലിമന്മാരാണ് ചെറുപ്പക്കാര് പാതിരാത്രി 2 മണിക്ക് ബാൻഡ് വെട്ടിയിട്ട് നടന്നു പോകുമ്പോ അതൊരു മുസ്ലിം പള്ളിയുടെ മുമ്പിൽ അടക്കിയിരിക്കുന്ന മഹാന്മാരുടെ പേരിലാണെന്ന് പറഞ്ഞപ്പോ സംഘ കത്തിപ്പോയി. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാ നിങ്ങൾ പ്രസംഗേക്കാൻ വരുന്നത്? 10 ആള് മതി പ്രിയപ്പെട്ടവരെ, 10 ആള് മതി. ആ 10 ആളിൽ 9 ആള് അൽഹംദുലില്ലാഹ് ഞാൻ ഇന്നു മുതൽ അങ്ങനെ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് പാവപ്പെട്ട നൗഷാദ് ബാക്കവിക്ക് പിന്നെ വിജയങ്ങളൊന്നുമില്ല. ചെറുപ്പക്കാരാ, ബാൻഡ് വെട്ടി വരുന്നു, ആനപ്പുറത്ത് കയറി വരുന്നു, അവിടെ നിങ്ങോട്ട് വരുമ്പോ തൊട്ടടുത്ത് ഗാനമേള നടക്കുകയാണ്. സുന്ദരിയായ ഒരു പെണ്ണ് മൈക്ക് കയ്യിൽ പിടിച്ചിട്ട് കൂടെ പാടുന്നവന്റെ കൂടെ ശരീരത്തിന്റെ മാറും പള്ളയും കുലുക്കി ആടുമ്പോ സുബ്ഹാനല്ലാഹ്
ഉമ്മമാരെ നിങ്ങൾ പ്രസവിച്ച മക്കള്, ഉമ്മമാരെ നിങ്ങൾ പ്രസവിച്ച മക്കള്, ഉപ്പമാരെ നിങ്ങൾ ഭക്ഷണം കൊടുത്ത മക്കള്, ആ മക്കള് പാതിരാത്രി 2 മണിക്ക് വിയർപ്പിങ്ങനെ വിടുകയാ. കള്ളു കുടിച്ചും കുടിക്കാതെയും ബോധമില്ലാതെ തുണി ഉടുത്തും ഉടുക്കാതെയും ഒക്കെ ബോക്സിന്റെ മുമ്പിൽ നിന്നിട്ട് നൃത്തം ചെയ്യുമ്പോ വാഹനം ഇങ്ങനെ പതുക്കെ പതുക്കെ എഴുന്നി വരുമ്പോ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരൻ പെട്ടെന്ന് കൈ എങ്ങനെ താഴ്ത്തുകയാണ്. അടുത്തുള്ളവനോട് പറയുന്നടാ ഉസ്താദടാ സുബ്ഹാനല്ലാഹ്, കരഞ്ഞുപോയി ചെറുപ്പക്കാരാ, കരഞ്ഞുപോയി. ആർക്കു വേണ്ടിയാണോ നീ അള്ളാഹുവിനെ പറ്റിക്കുന്നത്? ആർക്കു വേണ്ടിയോ? അള്ളാഹു നിനക്ക് തന്ന ആരോഗ്യത്തിന്റെ വില നിനക്കറിയില്ലേ? അള്ളാഹു നിനക്ക് തന്ന ആഫിയത്തിന്റെ വില നിനക്കറിയില്ലേ? അള്ളാഹു നിനക്ക് തന്ന സമ്പത്തിന്റെ വില നിനക്കറിയില്ലേ? അള്ളാഹു നിനക്ക് തന്ന ജീവിത സൗഭാഗ്യത്തിന്റെ വില നിനക്കറിയില്ലേ? എന്റെ സഹോദരാ, എന്റെ സഹോദരാ, 3 ദിവസം മുമ്പ് പ്രസംഗത്തിന് പോയ സദസ്സിൽ സുബ്ഹാനല്ലാഹ് ഒരുമ്മ വന്ന് പറഞ്ഞു, ഉസ്താദ് എനിക്ക് സഹോദരിമാര് വന്ന് പറയുമ്പോ പേടിയാ. മൊബൈൽ ക്യാമറകളുമായി കാത്തിരിക്കുകയാണ്. എന്തിനാണ്? നൗഷാദ് എങ്ങനെയെങ്കിലും ഈ മേഖലയിൽ നിന്ന് തുരത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു പെണ്ണിന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് റാഹത്ത എന്ന് പറഞ്ഞ് കടുകക്കണ്ണുമായി കാത്തിരിക്കുന്ന കാപാലികന്മാർ 1 സെക്കൻഡ് കൊണ്ട് പടച്ചവന് വേണ്ടി കിട്ടി ഞാനങ്ങ് മറന്നു കളന്ന്. പ്രിയപ്പെട്ടവർ, നമ്മൾ എന്തിനാണ് മനുഷ്യരെ പേടിക്കുക? ആ ഉമ്മയോടൊപ്പം ഞാൻ ചെന്നപ്പോ വീൽ ചേർന്നിരിക്കുന്നുണ്ട് 19 വയസ്സായ പൊന്നോ, വീൽ ചേർന്നിരിക്കുന്നുണ്ട് 19 വയസ്സായ പൊന്നോ. നീ പഠിക്കണം ചെറുപ്പക്കാരാ. വെള്ളിയാഴ്ച അല്ലാതെ പള്ളിക്കകത്ത് കയറിയിട്ട് സുജൂദ് ചെയ്യാൻ നേരമില്ലാത്ത യുവത്വമേ, അല്ലാഹുവിന്റെ ഖുർആനും എടുത്ത് നിവർത്തി നോക്കാൻ സമയം കിട്ടാത്ത മക്കള്, ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ട് എത്ര കൊല്ലമായടോ ഒരു സലാത്ത് ചൊല്ലിയിട്ട് റബീഉൽ കഴിഞ്ഞ് അവസാനിപ്പിച്ച ചെറുപ്പക്കാരാ. 19 വയസ്സുള്ള പൊന്നമോ വീഴ്ചയിൽ നിന്നിട്ട് പൊട്ടിക്കരന്നുകൊണ്ട് പറയും, ഉസ്താദ് വാഹനാപകടത്തിൽ പറ്റിയതാ, ഇനി ഒരിക്കലും എനിക്ക് നടക്കാൻ പറ്റൂലെന്നാ പറഞ്ഞത്. എന്റെ ഉമ്മച്ചി എനിക്ക് ചെയ്തതിന് പകരമായി എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഉസ്താദ്. എന്റെ ഉമ്മച്ചി എന്നെ ജീവിപ്പിച്ചതിന്, എനിക്ക് ഭക്ഷണം തന്നതിന്, എന്റെ മലമൂത്ര വിസർജനം എടുത്ത് വൃത്തിയാക്കിയതിന് പകരം എന്റെ ഉമ്മാക്ക് തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ ജീവിതമില്ലല്ലോ എന്ന് പറഞ്ഞ സങ്കടത്തോട് ജീവിതത്തിൽ ആഗ്രഹമാകുന്ന ഉസ്താദിനെ നേരിട്ട് കണ്ട് വാതു കേൾക്കണമെന്ന് എന്റെ ഉമ്മച്ചിയാണ് വീഴ്ച ഉരുട്ടിക്കൊണ്ടുവന്നത്. സുബ്ഹാനല്ലാഹ്, പാതിരാത്രിയിലാ പൊന്നുമോന്റെ വീഴ്ച ഉരുട്ടിക്കൊണ്ട് റോഡിന്റെ സൈഡിലൂടെ 65 വയസ്സുള്ള ഒരുമ്മ നടന്നു പോകുമ്പോ പരൂര് വന്ന ചെറുപ്പക്കാരോ, പരൂര് വന്ന പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു എന്നോടും നിങ്ങളോടും വല്ല ക്രൂരത ചെയ്തിട്ടുണ്ടോ? എന്തേ നമ്മളിങ്ങനെ കാണിക്കുന്നത്? എന്തേ നമ്മളിങ്ങനെ നന്ദികേട് കാണിക്കുന്നത്? എന്തേ നമ്മളിങ്ങനെ നെറുകേട് കാണിക്കുന്നത്? അല്ലാഹു പടച്ചതമ്പുരാനെ സൂക്ഷിച്ചോ, എന്തൊക്കെ നേട്ടമാണെന്ന് തരുന്നതെന്നറിയോ? ആ പക്വയെടുത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് അള്ള പറഞ്ഞ പ്രധാനപ്പെട്ട 3 കാര്യമേതാ? അതിലൊന്ന് വത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. രണ്ടാമതല്ല പറഞ്ഞു വത്തഖുന്നാർ, നരകത്തെ സൂക്ഷിക്കുക എന്നാണ്. മൂന്നാമതല്ല പറഞ്ഞു വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഭയാനകരമായ അസ്രായിൽ വന്ന് റൂഹ് പിടിക്കുന്ന ആ ഭയാനകരമായ ദിവസത്തെ സൂക്ഷിക്കുക എന്നാണ്. ആര് സൂക്ഷിക്കാനോ? കള്ളു കുടിക്കുക, പെണ്ണ് പിടിക്കുക, പരിശനാകുക, അർഹതപ്പെടാത്ത അനാവശ്യമായ സ്വത്ത് സമ്പാദിച്ച് കന്നുകാലികളെ പോലെ കാലങ്ങളെ പോലെ സുഖിച്ച് ജീവിക്കാറില്ലാതെ ഈ സൂക്ഷ്മത ആർക്കാട് വരിക? നിങ്ങളെ അവസാനിപ്പിക്കുക. വാട്സപ്പിന്റെ ഗ്രൂപ്പിലൂടെ എത്ര സഹോദരിമാരാണ് ഹറാമ് ചെയ്യുക? 10-20 പെൺകുട്ടികളെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ നുണ പറയുന്നില്ലേ? അതിലൂടെ ഫസാദ് പറയുന്നില്ലേ? അതിലൂടെ ഈവത്ത് പറയുന്നില്ലേ? അതിലൂടെ അന്യപുരുഷന്മാരുടെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നില്ലേ? എന്റെ പൊന്നുമോള്, SSLCക്ക് പഠിക്കുന്ന മോള്, +1 പഠിക്കുന്ന മോള്, നിന്റെ ജീവിതത്തിന്റെ വില നിനക്കറിയില്ല പെണ്ണ്. നിന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം നിനക്കറിയില്ല മോള്. അല്ലാഹു നിന്നെ വിശ്വാസിയാക്കിയതിന്റെ പവർ നിനക്കറിയില്ല മോള്. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ പൊന്നോമന മക്കള് നിന്റെ ഹിദായത്തിൽ ഉറച്ചു നിൽക്കുന്നവരാക്കണയല്ലോ. അതിന് വാപ്പാ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉമ്മ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽമുത്തഖീൻ. തഖ്വയുള്ളവരെ, നിങ്ങൾക്ക്
ഹിദായത്തിന്റെ പേമാരി പെയ്യിപ്പിക്കാനാണ് നിങ്ങളുടെ അലമാരയുടെ അകത്തിരിക്കുന്ന ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നിങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തരാൻ, നിങ്ങൾക്ക് അല്ലാഹു വിജയം തരാൻ, സന്മാർഗം തരാൻ ഏറ്റവും ഉചിതം നിങ്ങളുടെ വീട്ടിന്റെ അകത്തിരിക്കുന്ന ഖുർആനാണ്. ഒരു ദിവസം 10 ആയത്ത് ഓതിക്കൂടെ? 10 ആയത്ത്, ഒരു ദിവസം 10 ആയത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഒരു ദിവസം 12,000 സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നു അത്രേ. അപ്പൊ ചോദിച്ചു, എന്തിനാണ് ഇത്രയും പറയാ? അദ്ദേഹം പറയുന്നു, ഒരു സുബ്ഹാനല്ലാഹ് ഞാൻ പറയുമ്പോൾ അല്ലാഹു സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഒരു ചെടിയെ നട്ടുപിടിപ്പിക്കുമെന്ന്. അൽഹംദുലില്ലാഹ്, ഒരു ദിവസം 12,000 സുബ്ഹാനല്ലാഹ് പറയാം. നമുക്ക് എത്ര സമയം അല്ലാഹു തന്നു, എത്ര സൗഭാഗ്യം അല്ലാഹു തന്നു. എന്നിട്ടും നമ്മൾ അല്ലാഹുവിനെ കൈവിടുകയല്ലേ പ്രിയപ്പെട്ട? എന്നിട്ടും നമ്മൾ അല്ലാഹുവിനെ കൈവിടുകയല്ലേ സഹോദരങ്ങളെ? ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ആർക്കും ആശങ്കയൊന്നും വേണ്ട. ഉസ്താദ് ഇപ്പൊ വലിയ പിരിവൊക്കെ നടത്താൻ പോകണം, അങ്ങനൊന്നും വേണ്ട. ഇവിടുത്തെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആർത്തി അവർക്കില്ല. അവര് പറഞ്ഞത് അവർക്കൊരു വസ്തു ഇങ്ങനെ കിട്ടിയതാണ്, അവരെ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങൾ നടത്താൻ. അവരാഗ്രഹത്തോടെ രംഗത്ത് വന്നിരിക്കുന്നു. അവരുടെ പ്രവർത്തനം കാണുമ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, ഒരു പക്ഷേ അവരുടെ കയ്യിൽ ഇത് സുരക്ഷിതമാകാൻ സാധ്യതയുണ്ട്. പിടിച്ചുപറിക്കാരും കൊള്ളയടിക്കാരും ഒന്നുമല്ല അവർ. അവരുടെ പ്രവർത്തനം കാണുമ്പോഴറിയാം അല്ലാഹു എന്നും ആ നിലവാരം അവർക്ക് കൊടുക്കുമാറാകട്ടെ. ഫുൾ കോളേജും യത്തീംഖാന എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്താണെന്നറിയോ, എനിക്ക് എന്റെ ഉത്തരവാദിത്വം എന്നെ കൊണ്ടു നടക്കുന്നതിന് ഭയപ്പെടുന്ന ഒരു പാവപ്പെട്ടവനാണ് ഞാൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമ് പഠിപ്പിക്കുമ്പോ അതിന് അള്ളാഹുവിന് ശരിക്കും നോട്ടമുണ്ടതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ നാട്ടുകാർക്ക് അള്ളാഹു തന്ന വലിയ മഹാഭാഗ്യം അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. 7 വയസ്സുള്ള ഒരു മകൻ വന്ന് പറഞ്ഞതാണ്, 5 വയസ്സിൽ വാപ്പച്ചി മരിച്ചുപോയി ഉസ്താദേ. ചെറിയ പ്രായം മുതൽ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞത്, എന്റെ ഉപ്പാക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു, ഞാൻ നിലത്ത് വെക്കൂല, ഇങ്ങനെ കൊണ്ടു നടക്കും അത്രേ. അവൻ പറയുന്നു, എന്റെ ഉപ്പയുടെ ചെറിയ ചില രൂപഭാവങ്ങൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. മരിച്ചു എന്ന് ബോധ്യപ്പെട്ട് തന്നെ കുറച്ച് നാളുകൾ, മരിച്ചതിന് ശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടാ ആ പ്രിയപ്പെട്ട 7 വയസ്സുള്ള മകൻ പറയുന്നു, ഉസ്താദേ ദുആരക്കണം, എന്റെ ഉപ്പച്ചിക്ക് വേണ്ടി എനിക്ക് തന്ന സ്നേഹത്തിന് പകരം കൊടുക്കാൻ എനിക്കൊരു ഹാഫിളാകണം ഉസ്താദേ, ദുആരക്കണം. എന്റെ വാപ്പാന്റെ കബറിന്റെ അടുത്ത് പോയിരുന്ന് എനിക്ക് ഖുർആൻ ഓതണം, എന്റെ വാപ്പച്ചിക്ക് വേണ്ടി എനിക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യണം. അങ്ങനെ കൊതിക്കുമ്പോ നമ്മുടെ മക്കൾ, അല്ലാഹുവേ നമ്മുടെ മക്കൾ അങ്ങനെ ആകണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. നമുക്ക് വേണ്ടി ഓതാനും, നമുക്ക് വേണ്ടി ഖുർആൻ ഓതാനും, നമുക്ക് വേണ്ടി സലാത്ത് ചെല്ലാനും, നമുക്ക് വേണ്ടി ദിക്ർ ചൊല്ലാനും അൽഹംദുലില്ലാഹ് അങ്ങനെയുള്ള മക്കളെ നമുക്ക് ആവശ്യമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അടിയുറച്ചു നിൽക്കുന്ന ഈമാനിന്റെ പവറും തഖ്വയും അല്ലാഹു നമ്മുടെ കൽബിൽ ഉറച്ചു തരട്ടെ. അൽഹംദുലില്ലാഹ്. കബർ കൊടുത്തോ കൊണ്ടുചെന്നോടി. ഈ കവർ ഇൻഷാ അല്ലാഹ് നാളെ തിരിച്ചു വരുമ്പോ കൊടുക്കണം. അതിലൊരു കാര്യമായ സ്വതക്ക ഈ ഫുൾ ഖുർആൻ കോളേജിന് വേണ്ടി നിങ്ങൾ നിയത്ത് ചെയ്തിടണം. അല്ലാഹുവേ നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയാണ്, തുറസാക്കി തരും. എല്ലാ കാര്യങ്ങളും മുത്തഖീങ്ങൾ കടന്നു പോകുന്ന എല്ലാ വഴിയും അല്ലാഹു റാഹത്താക്കും. അവന്റെ സർവ്വകാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. തഖ്വ ചെയ്ത് ജീവിച്ചോ, തുപ്പിയുള്ള നിസ്കാരത്തഴമ്പുള്ള ദാടിയുള്ള സുന്നത്ത് നമസ്കാരങ്ങളുള്ള സ്വതക്കയുള്ള അമലുകളുള്ള ഒരു മുത്തഖിയായി ജീവിച്ചാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവന്റെ സർവ്വകാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. ഇതൊക്കെ പോകട്ടെ, ഒരു മുത്തഖിക്ക് അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമെന്താ? അല്ലാഹു അവരോടുകൂടിയാണ്. മറിയം ബീവിക്ക് ഒന്നുമില്ലാതെ റൂമിൽ അടച്ചിട്ട് ഭക്ഷണമില്ലാതെ അല്ലാഹു പടച്ച തമ്പുരാ ഭക്ഷണം ഇറക്കി കൊടുത്തു. ഉദിത്തു റബ്ബൽ പോലെ തോനെ ഇബാദത്ത് ഉദിപ്പെടാനും പലരും ന്യായമാൽ പാടിയതേ.
നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇരുളിന്റെ ഉള്ളറയിൽ പട്ടിണി കിടന്ന് ഭക്ഷണം കഴിക്കാൻ വേദനയോടെ ഇബാദത്ത് ചെയ്യുമ്പോ ആ സഹോദരിയുടെ മുന്നിൽ ഭക്ഷണം ഇറക്കി കൊടുത്ത അല്ലാഹ്, ആ സഹോദരിയുടെ മുന്നിൽ ഭക്ഷണം ഇറക്കി കൊടുത്ത അല്ലാഹ്, ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹ് അവരോടൊപ്പമാണ്, അല്ലാഹ് അവരോടൊപ്പമാണ്. ഉമ്മു ശരീക്കിന്റെ ചരിത്രം പഠിച്ചോ നിങ്ങള്? നാളെയുടെ വിജയത്തിന് വേണ്ടിയിട്ട് ഭൗതികമായ ലോകത്ത് പേരാതെ പോലെ ജീവിച്ച ഉമ്മു ശരീക്ക് റളിയല്ലാഹു അൻഹ, ഉമ്മു ശരീക റളിയല്ലാഹു അൻഹ ഒരു സഹോദരിയാണ്, ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. അല്ലാഹുവെ വിശ്വസിച്ചു എന്ന ഒരു തെറ്റ് ചെയ്തപ്പോൾ, അല്ലാഹുവെ വിശ്വസിച്ചു പോയി എന്ന ഒരു മനോഹരമായ കാര്യത്തിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഉമ്മു ശരീക്കയെ കൈകാലുകൾ കെട്ടി കൊണ്ടുവരികയാ. ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിലൂടെ ഉമ്മു ശരീക്കയെ വലിച്ചടിച്ചു കൊണ്ടുവരികയാണ്. ഉമ്മു ശരീക്കയുടെ ഓരോ അവയവത്തിന്റെ ഭാഗത്ത് പഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് വന്നിട്ട് ഉപദ്രവിക്കുകയാ. എന്റെ പരൂര് വന്ന പെങ്ങളെ, നിനക്ക് ആ കഷ്ടപ്പാട് അല്ലാഹു തന്നിട്ടില്ല. അങ്ങനെ ഒരു കഷ്ടപ്പാട് തന്നാ നിനക്ക് ഈമാനുണ്ടാകുമോ? നിനക്ക് ഹിദായത്തുണ്ടാകുമോ? നിനക്ക് സൗഭാഗ്യമുണ്ടാകുമോ? അല്ലാഹു അലം. ഇബാദത്ത് ചെയ്ത് വർദ്ധിപ്പിച്ചെടുത്തു, ഇബാദത്ത് ചെയ്ത് കൂട്ടിയെടുത്തു. പ്രിയമുള്ളവരെ, ഉമ്മു ശരീക്ക് എന്ന മഹരിയാറ് സഹോദരിയെ ചുട്ടുകൊള്ളുന്ന മടലാരുണ്യത്തിലൂടെ വലിച്ചെടുച്ചു കൊണ്ടുവരുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരി ഒരുപാട് നേരം ഇങ്ങനെ സൂര്യന്റെ താപമേറ്റ് കിടന്ന് കുളയുമ്പോ അവസാനം ശത്രുക്കളോട് പറഞ്ഞു, ഒരു തുള്ളി വെള്ളം എനിക്ക് തരുവോ, ഒരു തുള്ളി വെള്ളം എനിക്ക് തരുവോ? അവര് പറഞ്ഞു, ഉമ്മു ശരീക്ക, ഇസ്ലാമനം വലിച്ചെറിഞ്ഞാ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. നീ ആഗ്രഹിക്കുന്ന പാനീയം, നീ ആഗ്രഹിക്കുന്ന സൗഭാഗ്യം. ഉമ്മു ശരീക്ക പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് അല്ലാഹുവിനെ കൈവിടാൻ പറ്റൂല. ഞാൻ അല്ലാഹുവിനെ എന്റെ മനസ്സിൽ കൊണ്ടുവന്നു പോയി. അല്ലാഹുവിന്റെ തഖ്വ എന്റെ മനസ്സിന്റെ അകത്ത് കുടിയിരുത്തിപ്പോയി. നാളെയുടെ വിജയത്തിന് വേണ്ടി റാബിയയോടൊപ്പം നിൽക്കാൻ, നഫീസത്തിനോടൊപ്പം നിൽക്കാൻ, ശഅബാനത്തിനോടൊപ്പം നിൽക്കാൻ ഇതാ ഉമ്മു ശരീക്ക് തയ്യാറാകുമ്പോ ആ ഉമ്മു ശരീക്കിനോടൊപ്പം നിൽക്കാൻ പരൂരിലെ പെങ്ങളെ നമുക്കൊന്നൊരുങ്ങണ്ടേ? ചെറുപ്പക്കാരാ, നമുക്കൊന്നൊരുങ്ങണ്ടേ? ആ പെണ്ണ് പറഞ്ഞു, എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? വലിച്ചെറിയുകയാ. മരുഭൂമിയുടെ ഒരു ഓരത്ത് വലിച്ചെറിഞ്ഞിട്ട് അവര് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമ്മു ശരീക്ക് നോക്കുമ്പോ ദൂരെ നിന്ന് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വരികയാണ്. ഭർത്താവിന്റെ കയ്യിലതാ ഒരു പാത്രം വെള്ളമിരിക്കുന്നു. ഉമ്മു ശരീക്ക് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, എന്റെ ഭർത്താവ് ഇപ്പൊ എന്നോട് സ്നേഹമുള്ളവനല്ലേ. എത്ര രാവുകൾ, എത്ര പകലുകൾ എന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി ചിലവഴിച്ചതാ. അതുകൊണ്ട് വരട്ടെ, എന്റെ ഭർത്താവിന്റെ വാക്യകത്തേക്ക് ആ വെള്ളം ഒഴിച്ചു തരുമ്പോ എനിക്ക് സുഖം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഉമ്മു ശരീക്ക് അവിടെ കിടന്നുകൊണ്ട് ഭർത്താവിനെ ഇങ്ങനെ വിളിക്കുകയാണ്. ഭർത്താവ് ഓടി അരികത്തെത്തിയിട്ട് പറഞ്ഞു, പെണ്ണേ, എന്റെ കയ്യിലിരിക്കുന്ന വെള്ളം കുടിക്കാൻ നിനക്ക് കുടിയുണ്ടോ? എന്റെ പൊന്നാര ഭർത്താവ്, എന്റെ ജീവനാഥനെ, എന്റെ പ്രാണനെ, നിങ്ങളൊരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. അല്ലാഹു നിരന്തരമായി വിചരിച്ചു പോയതുകൊണ്ട് ചുട്ടുകൊള്ളുന്ന മണലാഭ്യത്തിൽ എന്നെ വലിച്ചു കയറുകയാണ്. അതുകൊണ്ട് ഇച്ചിരി വെള്ളം തരുമോ? എന്റെ തൊണ്ട വരണ്ടിറങ്ങുന്നു എന്ന് പറയുമ്പോ ആ ചുണ്ടിനോട് വെള്ളം ചേർത്ത് വെച്ചിട്ട് പ്രിയപ്പെട്ടവരും പറഞ്ഞു കൊടുത്ത വാക്കെന്താ? ഉമ്മു ശരീക്ക, നീ മുസ്ലിമായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് വെള്ളം തരാ എന്ന് അവർ അനുവദിക്കൂല. അതുകൊണ്ട് ഇസ്ലാമതം വലിച്ചെറിഞ്ഞാ നിനക്ക് വെള്ളം തരാം. ഒരു വാക്കുമതി പെങ്ങളെ, ജീവിതത്തിന്റെ മുഴുവൻ സുഖവും കിട്ടുന്ന ആളെ പരലോകത്തെ വിജയം. അവിടത്തെ വിജയം മോഹിച്ചിട്ട് പറയും, എനിക്ക് വെള്ളം വേണ്ട വയ്ക്കോ, എനിക്ക് വെള്ളം വേണ്ട വയ്ക്കോ. എന്റെ ഭർത്താവ്, എനിക്ക് വെള്ളം വേണ്ട വയ്ക്കോ. മക്കൾ കൊണ്ടുവരുന്ന ഹറാമ തിന്നുമ്പോ അല്ലാഹുവിനെ മറക്കുന്ന പെണ്ണെ നീ പഠിക്കുക. ഉമ്മു ശരീക്ക് നോക്കുമ്പോ രണ്ടാമത് വരുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. തനിക്ക് വയറ് നിറച്ച് ഭക്ഷണം വാരിത്തന്ന ഉപ്പ, തന്നെ സന്തോഷിപ്പിച്ച ഉപ്പ, തന്റെ ജീവിതത്തിന്റെ സൗഭാഗ്യം മുഴുവനും സമ്മാനിച്ച ഉപ്പ. വെള്ളവും കൊണ്ടുവരുമ്പോ ഉമ്മു ശരീക്ക് പറയുന്നു, ഉപ്പച്ചി, ഈ പൊന്നുമോളുക പോലെ പണ്ട് കരഞ്ഞാ നിങ്ങൾ ഓടി വരുമായിരുന്നല്ലോ. പണ്ട് ഈ പൊന്നുമോളിതുപോലെ സങ്കടപ്പെട്ട നിങ്ങൾ എന്നെ വാരിയെടുത്ത് മുത്തം തരുമായിരുന്നല്ലോ. ഒരു തുള്ളി മതി ഉപ്പ, ഒരു തുള്ളി മതി ഉപ്പ. ഈ മരുഭൂമിയുടെ ചൂടേറ്റിട്ട് എനിക്ക് സഹിക്കുന്നില്ല.
എന്റെ കൈകാലുകളൊക്കെ അടിച്ചടിച്ച് അവശയാകിയിരിക്കുന്ന ഉപ്പച്ചി ഒരു തുള്ളി വെള്ളം മതി എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമ്പോ ഉമ്മു ശരീക്കയോട് ഉപ്പ പറയുന്ന മോളെ എല്ലാം ശരി തന്നെയാണ്, പെങ്ങളെ ചിന്തിക്കുക. ഒരു സീരിയലിന് വേണ്ടി അല്ലാതെ പണയം വെക്കുമ്പോ, ഒരു കാമുകന് വേണ്ടി പടച്ചവനെ കവറടക്കുമ്പോ, ഒരു നാണയത്വത്തിന് വേണ്ടി ആദർശത്തെ കൊലക്ക് കൊടുക്കുമ്പോ ചിന്തിക്കണം പെങ്ങളെ, ചിന്തിക്കണം പെങ്ങളെ. ഉമ്മു ശരീക്കയോട് ഉപ്പ പറയുന്ന മോളെ, നിന്റെ ആഗ്രഹം പോലെ വെള്ളം നിന്റെ വാക്യകത്തേക്ക് ഓടിച്ചു തരാ കൊതിയുണ്ട്, പക്ഷേ അനുവദിക്കുന്നില്ല. അള്ളാഹുവിനെ മാറ്റി പറഞ്ഞല്ലാതെ ഈ വെള്ളം നിനക്ക് തരൂല എന്ന് പറയുമ്പോ ഉമ്മ ശരീക പറയുന്ന ഒരിക്കലുമില്ല, നിങ്ങളെ വെള്ളം എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങൾ കൊണ്ടുവന്ന വെള്ളം വേണ്ട, എനിക്ക് അള്ളാഹു നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. രണ്ട് തോട്ടമാണ്, മനുഷ്യരുടെ കണ്ണുകൊണ്ട് കാണാത്ത, ഇന്ന് വരെ ഒരു മനുഷ്യനും ആസ്വദിക്കാത്ത സുഖലോലുപ സ്വർഗത്തിന്റെ മനോഹരമായ രണ്ട് സ്വർഗീയ തോട്ടങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഉപ്പാ നിങ്ങൾ നാളെ ആഖിറത്തിൽ വെച്ച് കാണാം. നിങ്ങൾ കൊണ്ടുവന്ന വെള്ളത്തിന് വേണ്ടി നിസാരമായ ദുനിയാവില് ഇച്ചിരി ദാഹം തീർക്കാൻ വേണ്ടി അല്ലാതെ മാറ്റി പറയൂല എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ പറയുമ്പോ ഉമ്മു ശരീക്കയുടെ മനസ്സ് പൊട്ടുകയാണ്. ആരുമില്ലല്ലോ അല്ലോ, ആരുമില്ലല്ലോ അല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ഉമ്മ വരിക. ഉമ്മ സ്നേഹമല്ലേ ഉമ്മ, കാരുണ്യമല്ലേ ഉമ്മ, സന്തോഷമല്ലേ ഉമ്മ, ആർദ്രതയല്ലേ ഉമ്മ, വാത്സല്യമല്ലേ ഉമ്മ. അല്ലാഹുവേ, ആ ഉമ്മ മക്കളെത്ര വെറുത്താലും ഉമ്മ വെറുക്കില്ലല്ലോ, മക്കളെത്ര ചവിട്ടിയാലും ഉമ്മ കരയൂലല്ലോ, മക്കളെത്ര ഉപദ്രവിച്ചാലും ഉമ്മയുടെ മനസ്സിന്റെ അകത്ത് സ്നേഹമാണല്ലോ. ആ ഉമ്മ നടന്നു വരുന്ന കയ്യിൽ വെള്ളമുണ്ട്. ഉമ്മ ശരിക്ക് സന്തോഷിക്കുകയാണ്. ഭർത്താവ് പോയാലും ഉപ്പ പോയാലും ആങ്ങളെ പോയാലും ഉമ്മച്ചി പോവില്ല, ഉമ്മച്ചി പോവില്ല. ദുനിയാവിന്റെ മണ്ണിലേക്ക് പിറന്നു വീണപ്പോ തൊണ്ട വരയ്ക്കാൻ ആദ്യമായിട്ട് എനിക്ക് നീര് തന്നത് ഉമ്മയുടെ മാറിടത്തിൽ നിന്നല്ലേ. എവിടെയെങ്കിലും കിടന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞാൽ എന്റെ ഉമ്മച്ചി ഓടി വരുമല്ലോ എനിക്ക് വെള്ളം തരാ. ആ ഉമ്മ എന്നെ മറക്കൂല, ആ ഉമ്മ എന്നെ വെടിയൂല, ആ ഉമ്മ എന്നെ ഉപേക്ഷിക്കൂല. സന്തോഷത്തോടെ പൊന്നുമോഹം ഇങ്ങനെ കിടന്ന് വിളിക്കുമ്പോ ഉമ്മ അടുത്ത് വന്നിട്ട് പറയുന്നു, മോളെ എനിക്ക് നിന്നോട് സ്നേഹമാണ്, മോളെ എനിക്ക് നിന്നോട് ഇഷ്ടമാ, മോളെ നീ ആവശ്യപ്പെടുന്നതൊക്കെ ഉമ്മച്ചി തന്നിട്ടുണ്ട്, നീ കരഞ്ഞാൽ ഉമ്മാടെ കൽബ് പൊട്ട് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഈ വെള്ളം വേണമെന്ന് പൊന്നുമോളെ നിനക്ക് കൊതിയില്ലേ. ഉമ്മു ശരീക്ക വായ തുറക്കുമ്പോ വരണ്ടുടങ്ങിപ്പോലെ ചർമ്മമല്ലോ, തൊണ്ട വരണ്ടുടങ്ങിയതല്ലോ. ഇച്ചിരി വെള്ളം കിട്ടുമ്പോ സ്വർഗീയ സുഖം കിട്ടുമല്ലോ, പക്ഷേ കൊടുക്കുന്നില്ല. ആ ഉമ്മ പറയുന്ന മോളെ, മോളെ നിനക്ക് തരാൻ നിർവാഹമില്ല, അല്ലാഹുവിനെ മാറ്റി പറഞ്ഞെങ്കിലേ ഈ വെള്ളം നിനക്ക് തരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ ഉമ്മു ശരീക്ക പറയുന്നു, ഉമ്മ ഈ ദുനിയാവല്ലേ ഉമ്മ, ഇവിടത്തെ വെള്ളം എനിക്ക് വേണ്ട, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ചെല്ലുമ്പോ എനിക്ക് വെള്ളം കിട്ടും ഉമ്മ. വൽ ആഖിറത്തു ഖൈറും വഅബ്ഖാ. അവിടുത്തെ വിജയമാണ് യഥാർത്ഥ വിജയം ഉമ്മ. ആ ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ് ഈ ഉമ്മ ശരിക്ക് പരിശ്രമിക്കുന്നത് ഉമ്മ എന്ന് പറഞ്ഞ് ഉമ്മയെ പറഞ്ഞു വിട്ടിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി കണ്ണീര് തുടയ്ക്കുമ്പോ സുബ്ഹാനല്ലാഹ് വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഗൈരി യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത സ്ഥലത്ത് പോലും ഇന്ന് സൂക്ഷിക്കുന്നവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞ അല്ലാഹ്. നോക്കണേ, ഉമ്മു ശരീക്കയുടെ മുകൾ ഭാഗത്തൊരു പാത്രം മാത്രം ഇറക്കി കൊടുക്കുകയാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും രസമുള്ളതാ കതിളിപ്പഴം തിന്നാനും. അല്ലാഹുവിന്റെ സർവ്വലോകത്തിന്റെ പാനീയമതാ ഉമ്മു ശരീക്കാടെ വാചകത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ടാ പരൂര് വന്നവരെ അല്ലാഹുവിനെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തതുകൊണ്ടാ, അല്ലാഹുവിനെ സൂക്ഷിച്ചതുകൊണ്ടാ, അല്ലാഹുവിനെ സ്നേഹിച്ചതുകൊണ്ടാ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, അൽഹംദുലില്ലാഹ് ആ തഖ്വയിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ദിക്ർ, ആ തഖ്വയിൽ ഉറച്ചു നിൽക്കാനുള്ള
ഒരു ദിക്ർ ഇന്ന് 11 പ്രാവശ്യം നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എന്തിനാണ് ഓരോ മജ്‌ലിസിലും ഇങ്ങനെ ദിക്റും ദുആയും പറഞ്ഞു തരുന്നതെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനാണ്. മാർച്ച് മാസം 1-2 തീയതികളിൽ വെളിയങ്കോട് അൽഹംദുലില്ലാ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശ്വാസിയുടെ വീട് എങ്ങനെയാണ് വെക്കേണ്ടത്, വിശ്വാസിയുടെ വീട്ടിന്റെ അകത്ത് ദാരിദ്ര്യം വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്താണ്, എന്ത് ദുആയാ പറയേണ്ടത്, എന്ത് ദിക്റാ പറയേണ്ടത്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വെളിയങ്കോട് ഉമർഗാദ് ലോകത്ത് പ്രവാചക സ്നേഹത്തിന്റെ പേമാരി പെയ്യിപ്പിച്ച ബഹുമാനപ്പെട്ടവരുടെ നാട്ടില് അൽഹംദുലില്ലാ മാർച്ച് മാസം 1-ാം തീയതി നിങ്ങളെ സ്നേഹാദരവോടെ ക്ഷണിക്കുകയാണ്. അന്ന് വീട്ടിനകത്തിരുന്ന് പറയുന്ന, പുറത്തിറങ്ങുമ്പോ പറയുന്ന, അകത്ത് കയറുമ്പോ പറയുന്ന അധികാരികളൊക്കെ പഠിക്കുന്നതാണ്. എന്നിട്ട് വീട് സ്വർഗത്തിന്റെ വീടാക്കാനുള്ള പരിശ്രമമാണ്. ഇവിടെയും പഠിച്ചു, ഇവിടെയും പഠിച്ചു. പരൂര് വന്ന് മടങ്ങി പോകുന്നവരെ വെറുതെ പോകണ്ട, വെറുതെ പോകണ്ട. അല്ലാഹു നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് തഖ്വയെ ഉറപ്പിച്ചു നിർത്താനൊരു ദുആ, തഖ്വയെ ഉറപ്പിച്ചു നിർത്താനൊരു ദിക്ർ. അൽഹംദുലില്ലാ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്ന 11 പ്രാവശ്യം അത് ചൊല്ലിയിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പിരിയുക. അല്ലാഹു ഭാഗ്യം തരട്ടെ. വളരെ വേഗം ഇൻഷാ അല്ലാഹ്, ഒരുപാട് സമയമൊന്നും എടുക്കൂല. ഈ തന്ന കുറച്ചുപേര് സ്വർണം തന്നിട്ടുണ്ട്, അപ്പോ അവർക്ക് വേണ്ടി ഒന്ന് ദുആ